KMSRയുടെ 50ാമത്തെ സമ്മേളനത്തിന്റെ തുടക്കമാണ് ഇവിടെ കുറിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. തൊഴിലാളികൾക്ക് ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ 2020 ഈ സമ്മേളനം നടന്നത്. പക്ഷേ പാൻഡമിക് കാരണം നമുക്ക് 2 വർഷം വൈകിയേ ഈ സമ്മേളനം നടത്തുവാൻ കഴിഞ്ഞു. ഈ സമ്മേളനത്തിൽ ആരംഭം കുറിക്കുന്നതിന് വേണ്ടി, പതാക ഉയർത്തുന്നതിന് വേണ്ടി KMSRയുടെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ KM സുരേന്ദ്രനെ വിനയ പുരസ്കാരം ക്ഷണിക്കുക. ആദരണീയരായ CITU നേതാക്കൾ, പൊതുപ്രവർത്തകർ, KMSR പ്രതിനിധികൾ, ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സംഘടനാ ചരിത്രത്തിലെ മറ്റൊരു നാൾവഴിയായ 50ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കരുത്തു പകരുന്ന ഒരു സമ്മേളനമായി ഈ 50ാം സമ്മേളനം മാറും എന്നുള്ള ഉറപ്പോടും കൂടി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും കൂടി 50ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ പതാക ഞാൻ ഉയർത്തുകയാണ്. जिंदाबाद इंकलाब जिंदाबाद इंकलाब जिंदाबाद KMSR जिंदाबाद KMSR जिंदाबाद KMSR जिंदाबाद KMSR जिंदाबाद CITU जिंदाबाद CITU जिंदाबाद CITU जिंदाबाद CITU जिंदाबाद FMR जिंदाबाद FMR जिंदाबाद FMR जिंदाबाद FMR जिंदाबाद संसार सम्मेलन जिंदाबाद संसार सम्मेलन जिंदाबाद संसार सम्मेलन जिंदाबाद संसार सम्मेलन जिंदाबाद Long live KMSR Long live KMSR Long live KMSR Long live KMSR Long live CITU Long live CITU Long live CITU Long live CITU Long live FMR Long live FMR Long live FMR Long live FMR İnkılap zindabad İnkılap zindabad İnkılap zindabad İnkılap zindabad KMSR zindabad KMSR zindabad KMSR zindabad KMSR zindabad Samsar Sammelan zindabad Samsar Sammelan zindabad Yakta Pataga zindabad Yakta Pataga zindabad Yakta Pataga zindabad Yakta Pataga zindabad İnkılap zindabad İnkılap zindabad İnkılap zindabad İnkılap zindabad KMSR zindabad KMSR zindabad İnkılap 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 zindabad İnkılap 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 zindabad പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് സന്ദേശം
സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഇൻക്വിലാബ് സിന്ദാബാദ്, സായുധ വിപ്ലവ സന്ദേശം, സായുധ വിപ്ലവ സന്ദേശം. നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ, നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ആയുധമേന്തി പടവരുതാൻ, ആയുധമേന്തി പടവരുതാൻ. ആയിരം ആയിരം ഉണ്ട് ഇവിടെ, ആയിരം ആയിരം ഉണ്ട് ഇവിടെ. അധ്വാനിക്കും വർഗമിത്. രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചനയ്ക്ക് ശേഷം എല്ലാവരും ദയവായി ഹാളിലേക്ക് കടന്നിരിക്കണം. എല്ലാവരും നേരെ ഹാളിന്റെ അകത്തേക്ക് കടന്നിരിക്കണം എന്ന് അപേക്ഷിക്കുക. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. കയ്യൂരിൽ കരുവള്ളൂരിൽ, കയ്യൂരിൽ കരുവള്ളൂരിൽ, കയ്യൂരിൽ കരുവള്ളൂരിൽ, കയ്യൂരിൽ കരുവള്ളൂരിൽ. ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ. ധീര രക്തസാക്ഷികളെ, ധീര രക്തസാക്ഷികളെ, ധീര രക്തസാക്ഷികളെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. കെ മസാരെ സിന്ദാബാദ്, കെ മസാരെ സിന്ദാബാദ്, കെ മസാരെ സിന്ദാബാദ്, കെ മസാരെ സിന്ദാബാദ്. CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. കെ മസാരെ സിന്ദാബാദ്, കെ മസാരെ സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ്, ഇൻക്വിലാബ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ്, ഇൻക്വിലാബ്, ഇൻക്വിലാബ് സിന്ദാബാദ്. സഖാക്കളെ, പുറത്തു നിൽക്കുന്ന സഖാക്കൾ എത്രയും പെട്ടെന്ന് അകത്ത് കയറിയിരിക്കുകയും അകത്ത് കയറിയിരുന്നുള്ള സഖാക്കൾ പരമാവധി മുമ്പിലേക്ക് കടന്നിരിക്കുകയും വേണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സമ്മേളന നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. ലീഡർ ഓഫ് ഡെലിഗേറ്റ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതാത് ജില്ലകളിലെ സഖാക്കൾ അകത്ത് കയറി
എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മുന്നോട്ട് കയറിയിരിക്കണം. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, മുന്നോട്ട് കയറിയിരിക്കണം. ദേവേട്ടൻ ഒന്ന് മുന്നോട്ട് കടന്നിരിക്കാൻ പറയണ ആളുകളുടെ അടുത്ത്. എത്ര പ്രാവശ്യം പറയാം. സഖാക്കളെ, എറണാകുളത്തെ സഖാക്കൾ ദയവായി ഒന്ന് സഹകരിക്കുക, ഒന്ന് മുൻ. കാരണം മറ്റൊന്നുമല്ല, ഫോട്ടോ എടുക്കുമ്പോൾ വൃത്തികേടാവും. നമ്മളാകെ 300 പ്രതിനിധികൾ മാത്രമേ ഉള്ളൂ. ഈ ഹാളാണെങ്കിൽ 700 സഖാക്കൾക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ഒന്ന് സഹകരിക്കുക. ഷൈൻ, പ്രിയ സഖാക്കളെ, 50ാം സംസ്ഥാന സമ്മേളനത്തിനനുബന്ധിച്ച് നമുക്ക് വേണ്ടി ഒരു സ്വാഗതഗാനം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്വാഗതഗാനം തയ്യാറാക്കിയത്, അതിൻ്റെ വരികൾ എഴുതിയ നമ്മുടെ തന്നെ മെമ്പറായ സഖാവ് സുരേന്ദ്രനാഥ് പണിക്കരാണ്. അതിന് ഈണം നൽകിയിരിക്കുന്നത് മുൻ മെമ്പറാണ് ജീവാനന്ദ്. സൈഡസ് കാഡില്ലയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മുഴുവൻ സമയവും സംഗീത സംവിധാന മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സ്വാഗതഗാനം നമുക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നത് സഖാവ് സത്യൻ. അദ്ദേഹം അലക്സിയയിൽ വർക്ക് ചെയ്യുന്നു. തൃശ്ശൂരിൽ തന്നെ KMSRയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ദീപ മധു. ഈ രണ്ടുപേരെയും നിങ്ങളുടെ മുന്നിൽ ഈ സ്വാഗതഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ഹലോ ഹലോ ഹലോ. സമരഭരിതരഥ്യകൾ നിണമണിഞ്ഞു ചോക്കവേ ആയിരങ്ങളായുതിർത്തെണീക്കും അമരവർഗമേ തൊഴിലിടങ്ങൾ ജീവിത പടനിലങ്ങളാകുമേ കപടലോക ദുരിത പർവമതിൽ കുരുത്ത വർഗമേ സ്വാഗതം 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 സ്വാഗതം. സമരഭരിതരഥ്യകൾ നിണമണിഞ്ഞു ചോക്കവേ ആയിരങ്ങളായുയർത്തെണീക്കും അമരവർഗമേ തൊഴിലിടങ്ങൾ ജീവിത പടനിലങ്ങളാകുമേ കപടലോക ദുരിത പർവമതിൽ കുരുത്ത വർഗമേ സ്വാഗതം 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 സ്വാഗതം. അചഞ്ചലം അനശ്വരം പ്രകാശപൂരിതം ചലനമെന്ന തത്വമീ പ്രപഞ്ച ജീവനം. അചഞ്ചലം അനശ്വരം പ്രകാശപൂരിതം ചലനമെന്ന തത്വമീ പ്രപഞ്ച ജീവനം. അതിനെ വെല്ലുവാൻ പ്രകൃതിയെ തകർക്കുവാൻ അതിനെ വെല്ലുവാൻ പ്രകൃതിയെ തകർക്കുവാൻ ഒരുങ്ങിയെത്തും ചൂഷകർ തൻ കോട്ടകൾ തുറക്കുവാൻ സ്വാഗതം 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 സ്വാഗതം. സമരഭരിതരഥ്യകൾ നിണമണിഞ്ഞു ചോക്കവേ ആയിരങ്ങളായുയർത്തെണീക്കും അമരവർഗമേ തൊഴിലിടങ്ങൾ ജീവിത പടനിലങ്ങളാകുമേ കപടലോക ദുരിത പർവമതിൽ കുരുത്ത വർഗമേ സ്വാഗതം 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 സ്വാഗതം. അഭംഗുരം നിരന്തരം അനാദിബന്ധുരം തൊഴിലെടുക്കുവോർ പണിയും ലോകമന്ദിരം. അഭംഗുരം നിരന്തരം അനാദിബന്ധുരം തൊഴിലെടുക്കുവോർ പണിയും ലോകമന്ദിരം. അതു കവർന്നിടാൻ അവരെ അടിമകളാക്കാൻ അതു കവർന്നിടാൻ അവരെ അടിമകളാക്കാൻ ഒരുങ്ങിയെത്തും ചൂഷകർ തൻ കോട്ടകൾ തകർക്കുവാൻ സ്വാഗതം 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 സ്വാഗതം. സമരഭരിതരഥ്യകൾ ദിനമണിഞ്ഞു ചോക്കവേ ആയിരങ്ങളായുയർത്തെണീക്കും അമരവർഗമേ തൊഴിലിടങ്ങൾ ജീവിത പടനിലങ്ങളാകുമേ കപടലോക ദുരിത പർവമതിൽ കുരുത്ത വർഗമേ സ്വാഗതം 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 സ്വാഗതം. താങ്ക് യു. താങ്ക് യു താങ്ക് യു. സകലേ ഈ നമ്മുടെ ഗായകർക്ക് വേണ്ടി നമ്മുടെ ഈ സമ്മേളനത്തെ ഊർജ്ജസ്വലമായി തുടങ്ങാൻ ഊർജം തന്ന ഈ ഗാനം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ ഗായകർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ സഖാവ് മുരളിയേട്ടനെ
ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സഖാവ് സത്യൻ, അതേപോലെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് വന്നിട്ടുള്ള ദീപചേച്ചിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ 50ാം സമ്മേളനത്തിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ തന്നെ പ്രിയ സഖാവാണ് സഖാവ് റാഫേൽ. അദ്ദേഹം ടോറൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്, കോട്ടയം ജില്ലയിൽ നിന്നും. സഖാവിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മെമൻറ്റോ നൽകുന്നതിന് വേണ്ടി മുരളിയേട്ടനെ വീണ്ടും. സകലെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി KMSRയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് ആദരണീയനായിട്ടുള്ള സഖാവ് KM സുരേന്ദ്രനെ ക്ഷണിക്കുകയാണ്. നമുക്ക് 50ാം സമ്മേളനത്തിൻ്റെ KMSRയുടെ 50ാം സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാം. തുടക്കം കുറിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കാൻ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായ സഖാവ് മുരളി പെരുന്നെല്ലി MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ സഹായം, വേദിയിലുള്ള സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ, 14 ജില്ലകളിൽ നിന്ന് സംഘടനയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിനിധി സഹാക്കളെ, സുഹൃത്തുക്കളെ, മറ്റു മാധ്യമ സുഹൃത്തുക്കളെ, KMSRയുടെ സുവർണ ജൂബിലി സമ്മേളനമാണ് ഇന്നും നാളെയുമായി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ KT മുഹമ്മദ് സ്മാരക ഈ ഹാളിൽ നടന്നു വരുന്നത്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ചെയർമാൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള ചുമതല. വളരെ വിശദമായി തന്നെ മറ്റു കാര്യങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റ് CIT നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും സംസാരിക്കും. നമുക്കറിയാം, നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളും കൃഷിക്കാരും മറ്റ് ജനവിഭാഗങ്ങളും യുവാക്കളും എല്ലാ വിഭാഗം ജനങ്ങളും നരേന്ദ്രമോദി ഭരണത്തിൽ അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമില്ല. ഔഷധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും വളരെ വളരെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത കാർഷിക സമൂഹമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഒരു വർഷത്തോളം നീണ്ടുന്ന സമരമാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത്. അവസാനം അവർക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ് സമരം അവസാനിപ്പിക്കേണ്ട ഗതികേടാണ് നരേന്ദ്രമോദിക്കുണ്ടായത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തായ പൊതുമേഖല വിറ്റ് തുലയ്ക്കുകയാണ്. വിത്തുകുത്തി അത്താഴമുണ്ണ എന്നുള്ള ചൊല്ലുണ്ട്. അത് സാർത്ഥകമാക്കുന്ന രൂപത്തിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊതു സമ്പത്തെല്ലാം വിറ്റ് തുലയ്ക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, റിസർവേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. പട്ടികാധികാരോടും മറ്റധസ്ഥ ജനവിഭാഗത്തോടും പെരുത്ത് സ്നേഹമാണ് BJPക്കും അതുപോലുള്ള സംഘടനകൾക്കൊക്കെ കാണാൻ കഴിയുന്നത്. പക്ഷേ അവർക്കെല്ലാമുള്ള സംഭരണ സംവിധാനം നിലനിൽക്കുന്നത് സർക്കാർ മേഖലയിലാണ്, പൊതുമേഖല സംവിധാനത്തിലാണ്. സ്വകാര്യ മേഖലയിൽ ഒരിടത്തും സംഭരണമില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഒരു സ്വകാര്യ മുതലാളിയുടെ സ്ഥാപനത്തിൽ ടാറ്റയുടെ ആയാലും അല്ലെങ്കിൽ അദാനിയുടെ ആയാലും അല്ലെങ്കിൽ മറ്റാരുടെ ആയാലും സ്ഥാപനങ്ങളിൽ
പട്ടികജാതിക്കാർക്കോ മറ്റു വിഭാഗക്കാർക്കോ പ്രത്യേക റിസർവേഷൻ സംവിധാനങ്ങളൊന്നുമില്ല നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റിസർവേഷൻ അടക്കം ബാധിക്കുന്ന രൂപത്തിലാണ് പൊതുമേഖല വിറ്റ് തുലയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പൊതുവായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. കാർഷിക രംഗത്ത് കൃഷിക്കാരെ അവരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അവരുടലോടെ സ്വർഗരാജ്യത്തേക്ക് അയക്കുമെന്നും നരേന്ദ്രമോദിയുടെ പ്രകടനപത്രിക എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അവർ സ്വർഗരാജ്യത്തിലാണോ നരകത്തിലാണോ പോയിരിക്കുന്നത് പറയാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാർ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ആത്മഹത്യ തുടരുകയാണ്. കാർഷിക മേഖല തകർച്ചയുടെ ആവശ്യമായ രൂപത്തിൽ 3 നിയമനിർമ്മാണങ്ങൾ സർക്കാർ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടുകൂടി പാസ്സാക്കിയെടുക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. അത് ആ നിയമം മൂലം രാജ്യത്തിലെ കൃഷിക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവന് ഭൂമിയാണ്. ഭൂമി ഉണ്ടായാൽ പോരാ, ആ ഭൂമിയിൽ വിത്തിറക്കാൻ ഗുണമേന്മയുള്ള വിത്ത് വേണം, ജലസേചന സൗകര്യം വേണം, വൈദ്യുതിയുടെ സൗകര്യങ്ങൾ ഉണ്ടാകണം, കീടബാധ വരുമ്പോൾ ആ കീടബാധയെ നേരിടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വിളവെടുത്തു കഴിഞ്ഞാൽ വിളവിന് ന്യായമായ വില ലഭിക്കണം തുടങ്ങിയതാണ് കൃഷിക്കാരൻ്റെ ആവശ്യം. ഈ മേഖലയാകമാനം തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് കീഴടക്കുന്ന ഒരു നിലപാടാണ് നിയമം വഴി സ്വത്ത് മുഴുവൻ, ഭൂമി മുഴുവൻ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായി ശക്തിമത്തായ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയാണ്. ഇപ്പോൾ 28-29 ഒരു പൊതുപണിമുടക്ക് നമുക്കറിയാം. വിവിധ തൊഴിലാളി സംഘടനകൾ അണിചേർന്നുകൊണ്ട്, കൃഷിക്കാരുടെ സംഘടനകൾ അണിചേർന്നുകൊണ്ട് വളരെ വലിയൊരു പോരാട്ടത്തിലേക്കാണ് 28-29 ഈ മാസം നമ്മൾ രാജ്യം കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണ ജാഥകളും മറ്റു പരിപാടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തെ ഇത്തരം ഗൗരവതരമായ നിലയിൽ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ബദൽ എവിടെ രാജ്യം അന്വേഷിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരത്തിൻ്റെ ബദലെന്ത്? ആ ബദലാണ് ഇന്ത്യ ഉറ്റുനോക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ കേരളം നമുക്ക് നൽകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുകയാണ്. അതെല്ലാം രാജ്യത്തിന് മാതൃകയാണ്. 1 വർഷം നീണ്ട കർഷക സമരത്തിൽ കേരളത്തിൽ നിരവധി പേർ വിവിധ ജില്ലകളിൽ നിന്നായി ആ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ പോയി മുദ്രാവാക്യം വിളിക്കുന്ന കേരളത്തിലെ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നത് ആ സമര സഖാക്കൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ആവശ്യം ഞങ്ങൾക്ക് കേരളത്തിലും വേണം എന്നാണോ? അല്ല, അവർക്ക് ഐക്യദാർഢ്യമാണ്, പിന്തുണയാണ്. കേരളത്തെപ്പോലെ ഇവിടെയും വേണമെന്നാണ് അവരുന്നയിക്കുന്നത്. കേരളം പോലെ ആകണം രാജ്യം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഐക്യദാർഢ്യം, ആ സമരത്തിനാണ് കേരളത്തിൽ നിന്ന് കർഷക സംഘത്തിൻ്റെയും കർഷകത്തൊഴിലാളിയും മറ്റ് ജനവിഭാഗങ്ങൾ അവിടെ സമരപരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളം ഇന്ത്യക്കൊരു മാതൃക ആയിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ മാതൃക ഇന്ത്യയിലാകമാനം തന്നെ പടർന്നെങ്കിൽ മാത്രമേ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അത് പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യം ഒരുപാട് അല്ലേ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ആ ബദൽ ശക്തിപ്പെടുത്തുക, അഥവാ ഇന്ത്യയിൽ നിന്ന് ഇടതുപക്ഷ ബദൽ ഉയർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനങ്ങൾക്കുള്ളൊരു ബദൽ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന 28 സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ ബദലിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ശക്തിമത്തായ പ്രവർത്തനങ്ങൾ, പ്രചരണ പരിപാടികൾ നടപ്പാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. രാജ്യത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ 2ാം വട്ടം അധികാരത്തിൽ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് 2ാം വട്ടം അധികാരത്തിൽ വന്നു? 1ാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 600 ഇനം പരിപാടികൾ നടപ്പാക്കും. 600 ഇന പരിപാടിയിൽ 550 പരിപാടികളും കേരളം നടപ്പാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള 20 എണ്ണം പ്രവൃത്തിപഥത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ 900 ഇനം നടപ്പാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചപ്പോൾ ജനങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലായി ഇടതുപക്ഷത്തിൽ. കാരണം എന്താ? പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. ആ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി മാതൃക കാണിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തുടർന്ന് പറയുന്ന പരിപാടികൾ നടപ്പാക്കുമെന്ന് കണ്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് ഈ പിന്തുണ കൊടുത്തുകൊണ്ട് കൂടുതൽ സീറ്റ് കൊടുത്തുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ 2ാം വട്ടവും പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നത്. ആ ഗവൺമെൻറ് 1 വർഷത്തിലേക്ക് നീങ്ങുകയാണ്. മെയ് 20 1ാം വർഷം ആചരിക്കാൻ പോവുകയാണ്. ഈ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പാകാത്ത, UDF ഭരണകാലഘട്ടത്തിൽ നടപ്പാകാത്ത കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുകയാണ്. അതിലുള്ള വിഷമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത്. ഇന്നലെ നിയമസഭ വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. കാരണം എന്താ? കലാപമുണ്ടാക്കി, പ്രതിപക്ഷത്തിൻ്റെ കലാപം അല്ലേ? അതാണ് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷത്തിന് സമയമില്ല. ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ അത് പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ കള്ളിയും തുള്ളും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ പ്രതിപക്ഷം നിയമസഭയിൽ മുഖ്യമന്ത്രി ഓരോന്നോരോന്നെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർക്ക് പൊള്ളുകയാണ്. ആ പൊള്ളലാണ്
നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ഗവൺമെൻറ് പ്രവർത്തിക്കുകയാണ്. കൃഷിക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, വയോജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അതിന് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായി എല്ലാ ശക്തികളും ഒരുമിക്കുകയാണ്, അല്ലേ? കോൺഗ്രസ്, BJP, SDP തുടങ്ങിയിട്ടുള്ള എല്ലാ ശക്തികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഉള്ള ഒരു പോരാട്ടത്തിലാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം എന്താണ്? കേരളയിലാണ്. കേരളയിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി തുടങ്ങി വെച്ച് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിന് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അന്ന് ആ പദ്ധതി ഹൈസ്പീഡായിരുന്നു. ഉമ്മൻചാണ്ടി ഹൈസ്പീഡായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും. പെൻഷൻ കൊടുക്കാൻ വേണ്ടി നാട്ടിലെ വീട്ടിൽ അങ്ങനെ വളരെ അവശയായിട്ട് കിടക്കുന്ന ജനങ്ങളെ ചില സ്ട്രക്ചറിലൊക്കെ എടുത്തുകൊണ്ടുവന്ന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനി വെയിലത്ത് കൊണ്ടുവന്ന് പൊന്നുതമ്പുരാനെ കാണിച്ചാണ് പെൻഷൻ കൊടുത്തിരുന്നത്. അത്ര ഹൈസ്പീഡിലാണ് ആര് പോയിരുന്നത്? ഉമ്മൻചാണ്ടി പോയിരുന്നത്. എന്നാൽ ആ ഇതിലെന്താ, ആ 12 മാസത്തെ പെൻഷൻ ആർക്കും കിട്ടിയിരുന്നില്ല എന്നുള്ള സ്ഥിതി വിശേഷം. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഹൈസ്പീഡ് റെയിലാണ് ഉമ്മൻചാണ്ടി വിഭാവനം ചെയ്തത്. കഴിഞ്ഞ നിയമസഭയിൽ ഈ 2 ദിവസം മുമ്പ് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ പ്രസംഗം വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ കേരളത്തിലെ ഭൂമി ആകമാനം തന്നെ ഇളകി കിടക്കുന്നതാണ്, അതുകൊണ്ടോ ട്രെയിൻ പോകുമ്പോൾ ഇടിഞ്ഞ് താഴെ വീഴും, അതിനുള്ള വേണം. അപ്പോൾ ഭൂമിയിലേക്ക് നല്ലപോലെ കുഴിച്ച് നോക്കിയിട്ട് വേണം, അല്ലേ? പിണറായി സർക്കാർ ഈ അർദ്ധ അതിവേഗ പാത കൊണ്ടുവരുമ്പോൾ ഭൂമിക്ക് ഇളക്കം. അതിവേഗ തീവണ്ടിയാണ് ആര് വിവാഹനം ചെയ്തത്? ഉമ്മൻചാണ്ടി. അപ്പോൾ ഭൂമിക്ക് ഇളക്കമൊന്നുമില്ലൊരു പ്രശ്നമില്ല. അത് 1.5 ലക്ഷം കോടി രൂപയാണ്. ഇത് 69 ലക്ഷം ഇതിൻ്റെ 69,000 കോടിയുടെ ഒരാണ് പദ്ധതി വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൽ ഇനി ഗതാഗതം വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആ രംഗത്ത് അത് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് അത് ചെയ്യുമ്പോൾ അതിനെ തകർക്കുകയാണ്. ചെയ്യാത്ത കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുകയാണല്ലോ. ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാകില്ല എന്നിട്ട് എഴുതി തള്ളി കോൺഗ്രസ്. അതിപ്പോൾ പൂർത്തീകരിച്ചു. പൈപ്പ് വഴി പാചകവാതം ഒഴുകുകയാണ്. ദേശീയപാത വികസനം നടപ്പാവില്ല. വയൽക്കിളികളും അതുപോലെയുള്ള പലരൊക്കെ ഉണ്ടായല്ലോ. ആ ദേശീയപാത വികസനം ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദേശീയപാത വികസനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. K-ഫോൺ യാഥാർത്ഥ്യമാകുകയാണ്. ഓരോ മണ്ഡലത്തിൽ 100 പേർക്ക് BPLകാർക്ക് K-ഫോൺ, 30,000 സർക്കാർ സ്ഥാപനങ്ങളിൽ K-ഫോൺ വരികയാണ്, അല്ലേ? അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഓരോന്നോരോന്ന് നടപ്പാക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള വിഷമം, അല്ലെ? തങ്ങൾക്ക് കഴിയാത്ത കാര്യം അവർ കണക്കാക്കിയത് കേരളത്തിൻ്റെ രാഷ്ട്രീയം 5 വർഷം UDF, 5 വർഷം LDF. അപ്പോൾ 5 വർഷം LDF ഭരിച്ചു, 5 വർഷം അത് UDF വരാൻ പോകണമെന്നാണ് അവർ സ്വപ്നം കണ്ടത്. അങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോഴോ ഇവിടെ ചുവന്ന സൂര്യൻ കൂടുതൽ ഉയരങ്ങളിൽ ഉദിച്ചു വരുന്ന ആവേശകരമായ കാഴ്ചയാണ് കേരളം കണ്ടത് എന്നുള്ളതുകൊണ്ട് അതിലുള്ള വിഷമമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ നിയമസഭയിൽ പ്രയോഗിക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ പോലീസ് അത് ചെയ്തു, അത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കേരളത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇന്ത്യക്ക് മാതൃകയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ബദലിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഈ മരുന്ന് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിതരണ മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള KMSRയുടെ ആ രംഗത്തുള്ള പ്രവർത്തകർക്കും അത് വളരെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ആ ബദൽ എല്ലാവർക്കും ഗുണകരമായ ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ KMSRയെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം മരുന്ന് കമ്പനികൾ കൊള്ളകളെ നടത്തിയത്, അല്ലേ? ശതകോടികളെ അവർ കൊയ്തെടുത്തത്. അതിൻ്റെ ഗുണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ലതാനും. അപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന KMSRയുടെ 50ാം സമ്മേളനമാണ് തൃശ്ശൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. പല സമ്മേളനങ്ങളും ഇപ്പോൾ തൃശ്ശൂർ വരാൻ പോവാണ്. അഖിലേന്ത്യാ കർഷക സംഘത്തിൻ്റെ കിസാൻ സഭയുടെ സമ്മേളനം തൃശ്ശൂർ വെച്ച് നടത്താനാണ് തീരുമാനിച്ച് പലതും വരികയാണ്. അപ്പോൾ ഏതായാലും ഈ സമ്മേളനം ഇവിടെ നടക്കാൻ തീരുമാനിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണ് ഉണ്ടായത്. വളരെ നേരത്തെ തീരുമാനിച്ച് പിന്നെ ഏതായാലും ഇന്ന് ഈ ദിനത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. മാർച്ച് 19, 20 ഈ 2 ദിവസങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത്. മാർച്ച് 19 കേരളത്തെ കേരളമാക്കി മാറ്റിയ, കേരളത്തിൻ്റെ വികസനത്തിന് മുന്നോട്ടുള്ള പോക്കിന് അടിസ്ഥാന ശിലപാകിയ 957 ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി സഖാവ് EMSൻ്റെ ആ ജന്മദിനമാണ് ഈ ദിനം. ഈ മാർച്ച് 19 ആ ദിനത്തിലാണ് നമ്മുടെ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടതുണ്ട്. കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് EMS. ആ ഗവൺമെൻറ് എടുത്ത നടപടികളെ തുടർച്ച നിലയിലാണ് പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ഒരു കർമ്മ പരിപാടി, നവകേരള സൃഷ്ടിക്കായിട്ടുള്ള കർമ്മ പരിപാടി ആയിട്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അതോടൊപ്പം ചേരാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
എന്നിൽ അർപ്പിതമായ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ നേതാവ് അഖിലേന്ത്യാ സെക്രട്ടറി സൗ കെ ചന്ദ്രൻപിള്ളയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EMSൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശാഭിമാനിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പെട്ടെന്ന് ഇവിടെ എത്തും. ഇവിടെ എത്താൻ പോകുന്ന സൗ ചന്ദ്രൻപിള്ളയെ KMSRയുടെ പേരിൽ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ FMRAIയുടെ ജനറൽ സെക്രട്ടറി കോമ്രേഡ് സന്തനു ചാറ്റർജി, അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട്. കോമ്രേഡ് സന്തനു ചാറ്റർജി അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ്. രമേഷ് സുന്ദർ, FMRAIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കോമ്രേഡ് രമേഷ് സുന്ദർ അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ വേദിയിലുള്ള CITUവിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള സഹവ് KN ഗോപിനാഥ്, സഹ KN ഗോപിനാഥിനെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ സൗ CV ചന്ദ്രബാബുവിനും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ CITUവിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സൗ UP ജോസഫ്, UP ജോസഫിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ സൗ PK ഷാജൻ വേദിയിലുണ്ട്. ഷാജന് സ്വാഗതം ആശംസിക്കുകയാണ്. സൗ സുധാകരനും വേദിയിലുണ്ട്. സുധാകരന് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ സിയാവുദ്ദീൻ ഇവിടെ ഉണ്ട്. സൗ സിയാവുദ്ദീനും സ്വാഗതം ആശംസിക്കുകയാണ്. സൗ MR രാജനെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ പ്രത്യേകം സ്വാഗതം ആശംസിക്കേണ്ടതില്ല, നമ്മുടെ ജനറൽ കൺവീനർ സൗ U സതീഷ് കുമാർ വേദിയിലുണ്ട്. അതുപോലെ KMSRയുടെ സംസ്ഥാന പ്രസിഡന്റ് സൗ KM സുരേന്ദ്രൻ അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ജനറൽ സെക്രട്ടറി സഖാവ് മോഹൻ സി നായർ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. KMSRയുടെ ട്രഷറർ സൗ PK സന്തോഷിനും സ്വാഗതം ആശംസിക്കുകയാണ്. സർവോപരി ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 14 ജില്ലകളിൽ നിന്ന് ഇവിടെ പ്രതിനിധികളായി പങ്കെടുത്തിരിക്കുന്ന പ്രതിനിധി സഖാക്കളെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന മറ്റെല്ലാ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചെയർമാൻ എന്ന നിലയിൽ വളരെ കാര്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റബോധം എൻ്റെ മുന്നിലുണ്ട്. കാരണം നിയമസഭയാണ്, ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത്. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സതീഷും അതുപോലെ മറ്റേ KMSRയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ വളരെ ഇടപെടുന്നുണ്ട്. ഏതായാലും വളരെ ഭംഗിയായി തന്നെ പോരായ്മകളുണ്ടാകാം. ആ പോരായ്മകളൊക്കെ സഹിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമില്ല. എങ്കിലും പോരായ്മകളില്ലാതെ തന്നെ ഇത് നടത്താൻ ആവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതുമായി സഹകരിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സാക്കളെ, നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ വളരെ എളിമയോടും കൂടി തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം അവസാനം നിർത്തിയപ്പോൾ കാര്യമായ രീതിയിൽ ഇടപെടാൻ പറ്റിയിട്ടില്ല എന്ന്. അത് തികച്ചും ഇവിടുത്തെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം, സംഘാടകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള നേതൃത്വപരമായ ഇടപെടലുകളും സഖാവ് നടത്തിയിട്ടുണ്ട്, MLA നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ വളരെയധികം ചാരിതാർത്ഥ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു തടസ്സവുമില്ലാതെ നമ്മൾ ഈ സമ്മേളനം നമുക്ക് തുടങ്ങാൻ സാധിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഉദ്ഘാടകനായ സഖാവ് ചന്ദ്രൻപിള്ള ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. സൂചിപ്പിച്ചതുപോലെ ദേശാഭിമാനിയിലൊരു പരിപാടിയിലാണ്. അതിലിടയ്ക്ക് നമ്മുടെ സ്വാഗതഗാനം രചിച്ച നമ്മുടെ സഖാക്കൾക്ക്, അതിന് സംഗീതം നൽകിയ സഖാക്കൾക്ക് സഖാവ് അജയൻ ഉപഹാരം കൊടുക്കുന്നുണ്ട്. ടു ഗിവ് ദി മൊമെൻറ്റോ I request first Comrade General Secretary Shantanu Chatterjee and then Comrade Ramesh Sundar, our President. Invite. സഖാക്കളെ, സ്വാഗത ഗാനം നമുക്കായി രചിച്ചത് സുരേന്ദ്രനാഥ് പണിക്കർ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് I invite in behalf of our state committee comrade Shantanu Chatterjee to give the memento to Comrade Surendranath Panikkar.
അതേപോലെ തന്നെ ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജീവാനന്ദാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മുൻ മെമ്പറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെൻറ്റോ കൈമാറുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടി FMRAയുടെ ആദരണീയനായ പ്രസിഡന്റ് സഖാവ് രമേശ് സുന്ദരനെയും ക്ഷണിച്ചു കൊടുക്കുന്നു. രമേശ് സാക്കളെ, നമ്മുടെ ഉദ്ഘാടകൻ സഖാവ് ചന്ദ്രൻപിള്ള എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് KN ഗോപിനാഥ് നമ്മളോട് സംസാരിക്കും. സഖാവ് ഗോപിനാഥിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഷോർട്ട് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. സഖാവ് K ചന്ദ്രൻപിള്ള നേരത്തെ പറഞ്ഞ പോലെ EMSൻ്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് കഴിഞ്ഞ് വാഹനത്തിൽ കയറിയിട്ടുണ്ട്. റോഡ് ബ്ലോക്ക് ഒഴിവാക്കിയാൽ ഇവിടെ എത്തേണ്ട സമയമായിട്ടുണ്ട്. അവിടെ ഞാൻ വാചകം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സഖാവ് എത്തിച്ചേരും എന്നതിനെയാണ് ഞാൻ കണക്കാക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ പാട്ട് വേണമെങ്കിൽ ഒരെണ്ണോടി കേൾക്കാമായിരുന്നു. അതായിരുന്നു കുറേ നല്ലത്. ദ്വിദിന ദേശീയ പണിമുടക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം ചേരുന്നത്. രാജ്യമാകെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ 82 ജനുവരി 19 ആദ്യത്തെ ദേശീയ പണിമുടക്കം നടക്കുന്നത്. അത് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 22ാമത്തെ പണിമുടക്കാണ് മാർച്ച് 28, 29 ദ്വിദിന ദേശീയ പണിമുടക്ക്. എന്നാൽ ആഗോള ഉദാരവൽക്കരണ നയങ്ങൾ 90-ൽ ആരംഭിച്ചതിന് ശേഷം ഇത് 21ാമത്തെ പണിമുടക്കാണ്. നമ്മളൊരു പണിമുടക്കായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഒരു 30-35 കോടി ജനങ്ങൾ അണിനിരന്ന ഭാരത് ബന്ദ്, അതിൽ തൊഴിലാളികളും പൂർണ്ണമായി ഒരു പണിമുടക്കിന് തുല്യമായി അതിനകത്ത് സജീവമായി പങ്ക് നിർവഹിച്ചതാണ്, അണിനിരന്നതാണ്. അത് പ്രത്യേകമായി ചരിത്രത്തിൽ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തങ്കലിപികളിൽ എഴുതി വയ്ക്കാവുന്ന ഒരു ചരിത്രമായി ലോക പ്രക്ഷോഭ സമരങ്ങളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 500ഓളം കർഷക സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള SKM കർഷക മോർച്ച മുസാഫർ നഗറിൽ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് അത്യുജ്വലമായിട്ടുള്ള സംഘടനാ പാടവം പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ പ്രകടിപ്പിച്ച എല്ലാ തുറകളിലുമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ കോർത്തിണക്കിയ അഭൂതപൂർവമായ ഒരു ജനമുന്നേറ്റമായി. അന്ന് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ, പ്രത്യേകിച്ച് CITU പോലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളരെ സജീവമായി വാൻഗാർഡായി കർഷകർക്ക് താങ്ങും തണലുമായി ഉത്തരേന്ത്യയിൽ മറ്റു പരിപാടികളൊന്നും ഏറ്റെടുക്കാതെ ഒരു വർഷം മുഴുവനും അവരോടൊപ്പമായിരുന്നു. നമ്മുടെ നിരവധി സംഘടനകൾ, പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം തൂണിലും തുരുമ്പിലും എന്ന പോലെ, തൂണിലും തുരുമ്പിലും തമ്പുരാൻ എന്ന പോലെ ഈ സമരത്തിൻ്റെ മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് പ്രത്യേകമായൊരു രാഷ്ട്രീയ നിറം കൊടുക്കാതെ കർഷകരുടെ ഐക്യവേദി, കർഷക തൊഴിലാളികൾ
അതുപോലെ തന്നെ തൊഴിലാളികളും ചേർന്നുകൊണ്ടുള്ള ഒരു വിപുലമായിട്ടുള്ള സമരനിരയാണ് കെട്ടിപ്പടുത്തത്. ഒരുപക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ, നെഹ്റുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത കാലഘട്ടത്തിൽ, ബോംബെയിലെ ചണമിൽ തൊഴിലാളികളും ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികളും പണിശാല വിട്ട് പുറത്തിറങ്ങി നിന്ന് ബ്രിട്ടൻ ഇന്ത്യ വിറ്റു പോകണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം, അറസ്റ്റ് ചെയ്ത നേതാക്കന്മാരെ വിട്ടയക്കണം എന്നുള്ള മുദ്രാവാക്യം, ഒരു കൂലി വർധനവ് ആവശ്യപ്പെടുകയോ ബോണസ് ആവശ്യപ്പെടുകയോ അല്ല ചെയ്തത്. അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ആദ്യം നടത്തിയിട്ടുള്ള പ്രക്ഷോഭ സമരത്തിന് ഇതുപോലെ തന്നെ വലിയൊരു ചരിത്രമുള്ളതാണ്. അവർക്ക് രാഷ്ട്രീയ ബോധം കൈവന്നിരിക്കുന്നു. അവർ അവരുടെ കൂലിക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാപ്തമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭ സമരം. അന്ന് ലെനിനടക്കമുള്ള ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകന്മാർ, പ്രായോഗിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ലെനിനെ പോലുള്ളവർ വളരെ ശക്തമായ ഭാഷയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്ക് വലിയ അഭിമാനമാണ്. എന്നാൽ ഇന്ന് ഈ പണിമുടക്കിലേക്ക് പോകുമ്പോൾ CITU അടക്കമുള്ള സംഘടനകൾ ഉത്തരവാദിത്വത്തോടുകൂടി റിയലൈസ് ചെയ്യുന്നത് പോലെ നമ്മുടെ മുദ്രാവാക്യങ്ങളെ യഥാർത്ഥത്തിൽ അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന രാഷ്ട്രീയ നയങ്ങളാണ് അതിന് വഴിവെച്ചത്. ആ വലതുപക്ഷ രാഷ്ട്രീയ നയങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കാര്യമായ ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മുദ്രാവാക്യങ്ങളുടെ രാഷ്ട്രീയം, അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളെ അതിലേക്ക് എത്തിച്ച നയങ്ങൾ എന്താണ്? ആ നയങ്ങൾ തിരുത്തപ്പെടാതെ യഥാർത്ഥത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം തന്നെ ഉണ്ടാവില്ല. ഈ ബോധത്തിലേക്ക് നമ്മുടെ റാങ്ക് ആൻഡ് ഫയൽ, നമ്മുടെ മുഴുവൻ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും പൊതുജനങ്ങളെയും അടക്കം രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുന്ന സന്ദർഭമായി ഇത്തരം സന്ദർഭങ്ങളെ നാം പ്രയോജനപ്പെടുത്താറുണ്ടോ? ഈ ചോദ്യം KMSRയിലും FMRയിലും അടക്കമുള്ള നമ്മുടെ എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും സജീവമായി ഉയർന്നു വരണം. അങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന, നയങ്ങളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഈ കാലികമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ എഫക്റ്റീവായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അതെല്ലാം യഥാർത്ഥത്തിൽ നയരൂപീകരണ വേദിയിലെ മാറ്റങ്ങൾക്ക് പ്രേരണ നൽകുന്ന രാഷ്ട്രീയ ശക്തിയായി അത് വളർന്നു വരും. ഇത്രയും തീവട്ടിക്കൊള്ള ചെയ്യുന്ന ഈ കാലഘട്ടത്തിലും 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP, അതിൻ്റെ മൂക്കിന് താഴെ BJP വീണ്ടും രംഗത്ത് വന്നല്ലോ. അപ്പോൾ അത് വോട്ടായി മാറുന്നില്ല എന്നാണ്. അത് വോട്ടായി മാറണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് അതിലെന്തെങ്കിലും ഒരു ആശ്വാസപരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അവസാനിപ്പിച്ചു എന്ന് കണക്കാക്കാതെ അതിനെ രാഷ്ട്രീയം, അതിൻ്റെ പിന്നിലൊളിഞ്ഞിരിക്കുന്ന നയങ്ങൾ, ആ നയങ്ങൾ രൂപീകരിക്കുന്ന ശക്തികൾ, അത് ഉടമവർഗവും തൊഴിലാളി വർഗവും എന്നുള്ള നിലയിൽ ആ വേർതിരിവ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടാക്കുന്നവർ, അവരാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചാലക ശക്തികൾ, സമ്പത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശിലകൾ. അതിൻ്റെ പുറത്ത് അടയിരിക്കുന്ന ഉടമവർഗമല്ല എന്ന് തൊഴിലാളികളെ ആനയ്ക്ക് ആനയുടെ വില മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് തിരിച്ചറിയിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ക്യാമ്പയിനുകൾ, നമ്മുടെ പ്രചരണ പരിപാടികൾ, പണിമുടക്കാണെങ്കിലും മറ്റേത് പ്രക്ഷോഭ സമരമാണെങ്കിലും ഉയർത്തിക്കൊണ്ടു വന്നാൽ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ മാറ്റങ്ങളുടെ ശക്തിയായി പരിണമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഈ നിലയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ സന്ദർഭത്തിലും, ഇപ്പോൾ പണിമുടക്കിൽ പങ്കെടുത്തു, സ്ട്രൈക്ക് നോട്ടീസ് കൊടുത്തു, ഇത്ര പേര് പങ്കെടുക്കാൻ പറഞ്ഞ് ഇത്ര പേര് അണിനിരന്നു, സമരകേന്ദ്രത്തിൽ പങ്കെടുത്തു, അഭിവാദ്യം ചെയ്തു, KMSRA, ആ റോള് നമ്മുടെ കഴിഞ്ഞു എന്ന അടിസ്ഥാനത്തിൽ ഇതിനെ ചുരുക്കി കണ്ടാൽ സ്വാഭാവികമായിട്ട് ഈ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ആളുകളെ മുഴുവനും കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോൾ CITU സോഷ്യലിസം എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ആക്കി പ്രവർത്തിക്കുന്നൊരു തൊഴിലാളി സംഘടനയാണ്. പക്ഷെ പുതിയ തലമുറയിലെ തൊഴിലാളികളെ ആ സോഷ്യലിസം എന്താണ് എന്ന് അവരുടെ ഓരോ പ്രവർത്തന ഘട്ടങ്ങളിലും നമുക്ക് പഠിപ്പിക്കാനായി കഴിയുന്നുണ്ടോ? അത് ആധികാരികമായി CITU തന്നെ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. പരിപാടിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ പോലും പുതിയ ആളുകൾക്ക് വന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയണ്ട,
ഞങ്ങളുടെ ബോണസിനെ കുറിച്ചോ ഞങ്ങളുടെ ശമ്പള വർധനവിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. അതങ്ങനെ വരുന്നതിൻ്റെയും അത് നടക്കാതെ പോകുന്നതിൻ്റെയും നയങ്ങൾ എന്താണെന്നുള്ളത് പറയാൻ പോലും സമ്മതിക്കില്ല. അത് കേൾക്കാൻ ആർക്കും തയ്യാറല്ല, അത് ഡൈജസ്റ്റ് ചെയ്യില്ല. എന്നാൽ ഇരുമ്പലൊക്കെ പോലെ ഈ ആശയങ്ങളെല്ലാം നടപ്പാക്കണമെന്നല്ല, അവരുടെ കാലികമായിട്ടുള്ള ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊരു തൊഴിലാളി വിഭാഗത്തോടാണോ നമ്മൾ സമീപിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളൊന്നും അതൊന്നും പറയാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത്തരം വിഷമങ്ങളെ ഒപ്പിയെടുക്കുന്ന വിധത്തിലേക്ക് വളരെ ജീവസുറ്റമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചാവേദികളാക്കി ഇത്തരം വേദികളെ മാറ്റുന്ന കാര്യത്തിൽ വളരെ കുറവുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ജൽബോഡി യോഗത്തിനകത്തും കമ്മിറ്റി യോഗത്തിനകത്തും യഥാർത്ഥത്തിൽ കാര്യമായ രാഷ്ട്രീയ ചർച്ച നടക്കാത്ത എത്ര യൂണിയനുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരാവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. കിട്ടിയില്ലെങ്കിലും 20,000 രൂപ ചോദിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന ആളുകളെ ഏറ്റവും വലിയ യൂണിയനായിട്ട് അവർ മുദ്രകുത്തും അല്ലേ. എന്നാൽ അത് പ്രായോഗികമല്ല. നമുക്കൊരു 10,000 ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ തൊഴിലാളി ദ്രോഹിയാവും. കിട്ടിയില്ലെങ്കിലും മറ്റു ഉന്നയിക്കാനെങ്കിലും കഴിഞ്ഞല്ലോ എന്നുള്ള നിലയിൽ പ്രായോഗികത എന്നുള്ള പ്രശ്നത്തെ അവന് കാര്യമായി അത്ര സന്തോഷമുള്ള കാര്യമല്ല. ഇതെല്ലാ രംഗങ്ങളിലും കടന്നു വരുന്നുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സമീപകാലത്ത് ഇപ്പോൾ ഡിമാൻഡുകൾ 12 എണ്ണം ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ഡിമാൻഡുകളും ഓരോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നല്ലോ, ഓരോ ഫയലും ഓരോരുത്തരുടെ ജീവിതമാണെന്ന് പറഞ്ഞ പോലെ ഈ ഡിമാൻഡുകളിൽ കോടിക്കണക്കിന് ആളുകൾ ഇരിക്കുക. സ്കീം വർക്കർമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഏതാണ്ട് ലക്ഷക്കണക്കിനായ സ്കീം വർക്കർമാരുണ്ട്, ആശ, അംഗൻവാടി തുടങ്ങിയിട്ടുള്ള സമീപകാലത്ത്. എന്നാൽ അവരെ തൊഴിലാളികളായി പരിഗണിക്കുന്നില്ല. അവർക്ക് ഔദാര്യമായ ഒരു ഓണറിയം കൊടുക്കുക. അത് തന്നെ കാലോചിതമായി ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് മാറ്റം വരുത്തുന്നില്ല. അസംഘടിത തൊഴിലാളികൾ ഇന്ത്യക്കകത്ത് മഹാഭൂരിപക്ഷമാണ്. ഇപ്പോൾ ഈ ശ്രം പോർട്ടലിൻ്റെ രജിസ്ട്രേഷൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പറയുന്നത് 23 കോടി തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തു. അതിലേതാണ്ട് 50-53% സ്ത്രീ തൊഴിലാളികളാണ്. ഇപ്പോൾ അസംഘടിത അനൗപചാരിക മേഖലയിൽ സ്ത്രീകളാണ് കൂടുതൽ സംഘടിത മേഖലകളേക്കാൾ. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങൾ നമുക്ക് ഒരു കേവലമായൊരു മുദ്രാവാക്യം എന്നുള്ള നിലയിൽ അതിനെ ഒതുക്കി അതിനെ ഡ്രസ്സ് ചെയ്ത് അവതരിപ്പിക്കുക, അതല്ല അതിൻ്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ചൂണ്ടിക്കാണിക്കണം. സാമ്പത്തിക നയങ്ങൾ ഉദ്ഘാടകൻ വരുന്നുണ്ട്. സാമ്പത്തിക നയങ്ങൾ അനുദിനം എന്നോണം സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് പരിപോഷിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവിത പരിതസ്ഥിതി മഹാഭൂരിപക്ഷത്തിൻ്റെയും താറുമാറാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സാമ്പത്തിക നയങ്ങൾ കടന്നു പോകുന്നത്. മൂലധനത്തിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഒഴുക്ക് സ്വാഭാവികമായും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. അത് തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥിതിവിശേഷം ആണ് യഥാർത്ഥത്തിൽ ഈ പണിമുടക്കിൻ്റെ പശ്ചാത്തലം. പണിമുടക്കിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് സമയമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പിന്നീട് വിശദീകരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് അല്ലേ, ഒരു ഷോർട്ട് ബ്രേക്ക്, ദാ വന്നു ദേ പോയി എന്ന് പറയുന്ന പോലെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സഖാക്കളെ അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ. സാക്കളെ, നമ്മുടെ 50ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി CITUവിൻ്റെ ദേശീയ സെക്രട്ടറി സഖാവ് കെ ചന്ദ്രൻപിള്ള എത്തിയിട്ടുണ്ട്. ചന്ദ്രൻപിള്ളയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കൂടെ ഇതൊരു ഉദ്ഘാടനം മാത്രമാകില്ല. നമുക്കെല്ലാവർക്കും അറിയാം, സഖാവ് ചന്ദ്രൻപിള്ള നമ്മളോട് സംസാരിക്കുമ്പോൾ അതൊരു ഉദ്ഘാടന പ്രസംഗം എന്നുള്ളതിലുപരി നമുക്കെല്ലാവർക്കും ഒരു പഠന ക്ലാസ് കൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും എല്ലാ
സഖാവിനെ ആദരപൂർവം KMSRയുടെ 50ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. That is good to go through, to mention the names. അധ്യക്ഷവേദിയിലുള്ള സംഘടനയുടെ ദേശീയ നേതാക്കന്മാർ, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിവിധ ട്രേഡ് യൂണിയനുകളുടെ KMSR കേരള ഘടകത്തിൻ്റെ അടക്കം നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഖാക്കളെ, ഞാൻ അല്പം വൈകി. അത് ഇന്ന് EM ദിനമാണ്. EMSൻ്റെ ഇപ്പോൾ ദേശാഭിമാനിയിലൊരു അനുസ്മരണ സമ്മേളനം അവർ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഇന്നത്തെ സ്ഥിതിഗതികളിൽ നിങ്ങളുടെ ഈ സമ്മേളനത്തിന് പല കാരണങ്ങൾ കൊണ്ട് പ്രാധാന്യം കൂടുതലാണ്. ഒന്ന്, കേരളത്തിലെ CITU പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അഭിമാനകരമായൊരു ഘടകമാണ് ഈ KMSR കേരള ഘടകം. അതിനും കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സേവന മേഖലയിലെ നിർണായകമായ ഒരു ശക്തിയാണ് നിങ്ങൾ. നിർണായകം എന്നൊക്കെ ഞാൻ പറയുന്നത് വെറുതെ ഒരു അലങ്കാരത്തിന് പറയുന്നതല്ല. കാരണം ഈ മേഖല ലോകത്താകെ തന്നെ ഒരു ബൗദ്ധികമായ ഇടപെടലിൻ്റെ സമരത്തിൻ്റെ തലമാണ്. നിങ്ങളുടെ മുഴുവൻ ഇടപെടലിൻ്റെ അകത്തും ഒരു മേജർ ഇൻഗ്രീഡിയൻ്റ് വരുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസാണ്. അവിടെ ഇടപെടുന്ന ഉടമകളെന്ന് പറഞ്ഞാൽ മൾട്ടി പ്ലെയേഴ്സാണ്, മൾട്ടി നാഷണൽ പ്ലെയേഴ്സാണ്, ഹൈലി ഫിനാൻസിൻ്റെ ഒരു സാന്ദ്രമായ മേഖലയാണ്, ഇൻ്റർനാഷണൽ. അവരോട് പിടിച്ചു നിൽക്കണം. അതാണ് നമ്മുടെ മുമ്പുള്ള വെല്ലുവിളി. നിങ്ങൾ ദേശീയമായി സംസ്ഥാനത്ത് ആ ജോലി സമർത്ഥമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ ഇതിൻ്റെ വാഹകര നിലയ്ക്ക് ഇത് ഒട്ടുമുക്കാലും യൗവനമാണ്. നിങ്ങളുടെ ഒരു ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡോമിനൻ്റ് ഇറ്റ് ഈസ് യൂത്ത്. മാത്രമല്ല ക്വാളിഫൈഡ് ആണ് താനും. അതിൻ്റെ എല്ലാം ഉപരി നിങ്ങൾ വളരെ ആർഗ്യുമെൻറ്റേറ്റീവാണ്. വെറും ആർഗ്യുമെൻറ്റേഷൻ നിൽക്കില്ല. യു ഹാവ് ടു ബി വെരി ഒറേറ്റീവ് ഓൾസോ. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ ഘടകങ്ങളൊരു സമ്മേളനമാണത്. സമ്മേളനത്തിൽ കോൺഫറൻസ് എന്നുള്ള നിലയ്ക്കല്ല, കോൺവെർജൻസ്. അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയം പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ പ്രധാന അജണ്ട എന്താ? അജണ്ട നിങ്ങളുടെ സംഘടനാപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു കണക്കെടുപ്പാണ്. ഒരു ഇൻ്റർവീനിങ് പീരീഡിനെ നമ്മൾ അസസ് ചെയ്യുക. അതൊരു ഉപചാരമോ ആചാരമോ അല്ല, ഒരാവശ്യമാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞത് തന്നെയാണ്. പക്ഷേ അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ, ഏതിൻ്റെ? നേട്ടങ്ങളുടെ കൺസോൾട്ടേഷൻ. കൺസോൾട്ടേറ്റ് ചെയ്യാൻ തന്നെ പറയുന്നതിന് ഉറപ്പിക്കലാണ്. ഉറപ്പിക്കുന്നത് മുകളിലേക്ക് നോക്കാനാണ്, മുമ്പോട്ട് നോക്കാനാണ്.
ഫ്യൂച്ചറിലേക്കുള്ള വെല്ലുവിളികളും, വെല്ലുവിളി മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റും. വെല്ലുവിളികൾക്കകത്തെല്ലാം അവസരം കിടപ്പുണ്ട്. അവസരം തപ്പാത്ത വെല്ലുവിളിയെക്കുറിച്ചുള്ള ചിന്തകൾ അപകടമാണ്. അപ്പോൾ ആ ജോലി ആര് ചെയ്യും? ഈ ഒരു അവലോകനം അതിൽ നിങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളുടെ സംഘടനാ നേതൃത്വമാണ്. അതിനുള്ള ടൂളാണ് റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട്. അത് തരുന്നത് വാങ്ങിച്ച് ബാഗിനകത്ത് വെച്ച് പോകാനുള്ളതല്ല. അത് നോക്കണം, സൂക്ഷിച്ച് നോക്കണം. നോക്കുന്നത് വെറുതെ നോക്കാനല്ല, അത് നല്ല വാക്കൊക്കെ ഉണ്ട്, ഇന്ത്യനലൈസ് ചെയ്യണം. ഇന്ത്യനലൈസേഷൻ ഇസ് ദ റിയൽ വേ ടു ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ്. അത് കഴിഞ്ഞാലോ നിങ്ങളുടെ അനുഭവങ്ങളോട് അത് ചേർക്കണം. ഇപ്പോൾ 1+1 3 4 ഒക്കെ ആവും. എന്നിട്ട് അതിൻ്റെ ഒരു നിങ്ങളുടെ ഒബ്സർവേഷൻസ് ഇവിടെ പറയണം. അത് പ്രാതിനിധ്യമാണ്, അതിന് സമയമുണ്ട്, അങ്ങനെ ചെയ്തോളണം. പക്ഷേ പറയണം. അത് ഡെമോക്രസിയാണ്. ട്രേഡ് യൂണിയൻ എന്ന് വെച്ചാൽ ഡെമോക്രസിക്കകത്ത് ജനിച്ച് ഡെമോക്രസിക്കകത്ത് ജീവിച്ച് ഡെമോക്രസിയുടെ വികസിക്കുന്ന അതാണ് ട്രേഡ് യൂണിയൻ. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ എല്ലാവരും പ്രസംഗമൊന്നും ശീലമുള്ളവരായിരിക്കില്ല. മൈക്ക് കാണുമ്പോൾ പനി വരണവരൊക്കെ ഉണ്ടാവും. ഇനി പറഞ്ഞു തുടങ്ങുമ്പോൾ തെറ്റുന്നവരത് പേടിക്കും. ഒരു തെറ്റ് പറ്റിയാൽ അതിനേക്കാളും വലിയ തെറ്റ് പറ്റാനിരിക്കുന്ന ആൾ പോലും ചിരിക്കും. ശ്രദ്ധിച്ചില്ല, അത് നമ്മുടെ ഒരു നേട്ടമാണ്. അത് പരിഗണിക്കരുത്. ഒരു വാക്ക് ഒരു ശബ്ദമല്ല, അതിൻ്റെ പുറകിലൊരു ചിന്തയുണ്ട്, ഒരു ചിന്തയുടെ ഉൽപ്പന്നമാണ്. അതൊരു വ്യക്തിയുടെ അനുഭവത്തിൻ്റെ സാന്ദ്രമായ വരവാണ്. അതെത്ര ചെറുതാണെങ്കിലും വ്യാകരണം തെറ്റാണെങ്കിലും അതിൻ്റെ മൂല്യം വലുതാണ്. അതുകൊണ്ട് അങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ ജോലി വളരെ ലളിതമാണ്. ഞാനിത് സമയമൊന്നും എടുക്കില്ല. എൻ്റെ മട്ട് കണ്ടു കഴിഞ്ഞ് ഇന്ന് പോകില്ലെന്നൊക്കെ തോന്നുന്നു. അങ്ങനെയല്ല. ഈ റിപ്പോർട്ടിൽ ഒരു ഭാഗം ലോകകാര്യങ്ങളായിരിക്കും. നമ്മളുടെ ഒരു മനോഭാവം എന്തായിരിക്കും അതിനോട്? അതൊന്നും എനിക്കുള്ളതൊന്നുമല്ല. അതേസമയം എൻ്റെ ബെനിഫിറ്റ്സിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, ട്രാൻസ്ജെൻഡർ പ്രശ്നം വരുന്നുണ്ട്, കമ്പനി പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് തോന്നുന്നു. ഞാൻ അതിലൊന്ന് ഇടപെടുകയാണ്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലോകകാര്യങ്ങൾ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ? എൻ്റെ ശബ്ദത്തെക്കാളും നല്ല താളം ആ മുഴക്കത്തുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ശബ്ദം വന്നില്ലേ? അതാണ്. മൾട്ടി ടാസ്കേഴ്സ് ആണെങ്കിലും അത്ര എളുപ്പമൊന്നുമല്ല. ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ ലോകകാര്യങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഉക്രൈൻ ഓർമ്മ വച്ച കാലം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണോ? ആണോ? ഒരാഴ്ചത്തെ നീളേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മുടെ വീടുകളിലതുണ്ട്. അവിടുത്തെ ടാങ്കും ബഹളവും യുദ്ധരംഗങ്ങളുമാണോ നമ്മളെ സ്വാധീനിക്കുന്നത്? അല്ല. ഏത് ഫ്ലൈറ്റിലാണ് നമ്മുടെ കൊച്ചു വരണമെന്നറിയില്ല. ഇത് കുറച്ച് നാൾ മുമ്പ്, 2 കൊല്ലം മുമ്പ് ചൈനയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ കാത്തിരുന്നു നമ്മൾ, ആ കൊറോണ പൊട്ടി പുറപ്പെട്ടപ്പോൾ. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന രാജ്യങ്ങൾ, അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ അവരിങ്ങോട്ട് വരുന്ന കാര്യം ഓർത്ത് മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. ശരിയോ തെറ്റോ? ശരിയാണ്. എന്തിനാണ് ഇവർ പോയത്? ഈ കുട്ടികൾ മെഡിക്കൽ പഠനത്തിനാണ്. അപ്പോൾ ഇവിടെ സൗകര്യം ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് പോയതാണോ, അതോ അവിടെ എന്തെങ്കിലും പ്രത്യേക സൗകര്യം ഉണ്ടായിട്ടാണോ? എന്ത് സംഭവിച്ചേക്കണേ? ഒന്ന് ആലോചിക്കൂ. നമ്മുടെ നാട്ടിൽ മെഡിക്കൽ പഠനത്തിൻ്റെ സൗകര്യങ്ങൾ വളരെ കുറവാണ്.
എന്നാൽ അതിന് വല്ല കണക്കുമുണ്ടോ? ഒരു നാട്ടിൽ എത്ര ഡോക്ടർമാർ വേണം? ഒരു കണക്കുണ്ട്. 1000 പേർക്കൊരു ഡോക്ടർ. എൻ്റെ അല്ല, ആരുടെ ആയിരിക്കും അത്? നിങ്ങൾക്കറിയാമല്ലോ. സ്റ്റാൻഡ്സ് വിത്ത് WHO. ഇന്ത്യയിൽ എങ്ങനെ റേഷ്യോ? വലിയ തിരക്കേടില്ല, 1476. എന്നാൽ അതനുസരിച്ച് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടോ? ഇല്ല, 550 ഉള്ളൂ. യാദൃശ്ചികം അല്ലെങ്കിലും 350 പ്രൈവറ്റാണ്. എങ്ങനെ അഡ്മിഷൻ കിട്ടും? അതുകൊണ്ട് പ്രക്രിയയുണ്ട്. ഈ കുപ്പിക്കഴുത്തിൽ കൂടി കടന്നു വരണം. നീറ്റ് എന്നുള്ള ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ നീറ്റലാണ് മാതാപിതാക്കൾക്ക്. അത് കടക്കണം. നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ്. കഴിഞ്ഞ കൊല്ലം പരീക്ഷ എഴുതിയൊരു 16,70,000, ജയിച്ചവരെ 8 ലക്ഷം, സീറ്റ് 1,15,000. അപ്പോൾ എന്ത് സംഭവിക്കും? സീറ്റ് എണ്ണം കുറവും യോഗ്യർ കൂടുതലുമാണ്. അപ്പോൾ ലേലം വിളി ആരംഭിക്കും. ലേലം കഴിഞ്ഞ വർഷം എവിടെ വരെ പോയി? ഒരു സീറ്റിന് 1,30,00,000. പിന്നെ നാണക്കേടുകൊണ്ട് NRI എന്നുള്ള പേരിട്ട പറഞ്ഞതേ ഉള്ളൂ. ഒരു സഹായം. താഴോട്ടോ? ബെഞ്ച് മാർക്ക് ഫോൾ ബാക്ക് മിനിമം 3 ലക്ഷം. ക്യാൻ ഗോ അപ് ടു എനി ലെവൽ വിത്തിൻ 130. ആവറേജ് 30, 35, 40 lakhs. യുക്രൈനിൽ അത് 12 ലക്ഷത്തിന് കിട്ടും. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ? 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഇതിൻ്റെ ഇടയിൽ. ഒന്ന് മിസ്റ്റർ മോദി, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മെഡിക്കൽ കോളേജ് കൊണ്ട് ആരംഭിക്കുക, അത് പ്രൈവറ്റുകാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു സഹായം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു, ഒരു മാർഗം കൊണ്ടുവേണേ നോക്കിക്കോളാൻ. എൻ്റെ പേര് മെഡിക്കൽ എന്നല്ല, മേഡിക്കലെന്നും കൂടിയാണ്. റിയലി. അതേ ദിവസം തന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, IPO ഫോർ LIC. LIC നമുക്കറിയാം, നിങ്ങളെല്ലാം അതിനകത്തുണ്ട്. 2 കാരണം കൊണ്ട് LIC പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരുപാട് സാധുതയുണ്ട്. ഒന്ന്, മരിക്കുമെന്ന് ഉറപ്പുള്ളതാണ്. 2, എന്നാണെന്ന് ഉറപ്പില്ല എന്നുള്ളതാണ്. ഈ 2 പേരും സംഭവിക്കും. ദാറ്റ് ഈസ് ദ തിങ്. അങ്ങനെയാണ്. അവർ കളക്ട് ചെയ്തത് 38 ലക്ഷം കോടി രൂപ. 38 ലക്ഷം കോടി. ദ അക്യുമുലേറ്റഡ് പോളിസി ഹോൾഡിംഗ് വാല്യൂ സ്റ്റാൻഡ്സ് അറ്റ് 38 lakh. എത്ര പേർ? 40 കോടി മനുഷ്യരാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ബ്രോഡസ്റ്റ് ഓണർഷിപ്പുള്ള ഡെമോക്രാറ്റിക് സാധനമാണത്. ബ്രോഡസ്റ്റ്. 40 കോടി. അതിൻ്റെ കാലുകൾ എത്ര ബലമുള്ളതായിരിക്കും? നിർമ്മല സീതാരാമൻ അതിൽ ലളിതമായി പറഞ്ഞു, ആർക്കെങ്കിലും തന്നേക്കാം, ഒറ്റ കാര്യമുള്ളൂ, ചോദിക്കണം. IPO. ഈ 30 ലക്ഷം കോടി രൂപയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിനിയോഗം, അതിൻ്റെ ഒരു പ്രൊറഗേറ്റീവ് റൈറ്റ് 100% ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഒരു മേഖല, പൊതുമേഖല എന്ന് പറയുമ്പോൾ കൺട്രോൾ ഈസ് വിത്ത് സൊസൈറ്റി ബൈ വെർച്യൂ ഓഫ് എ ഗവൺമെൻറ് കൺട്രോൾ എന്നാണ് അർത്ഥം. അത് കയ്യിൽ നിന്ന് വിടുകയാണ്. പൊതുവായ വിനിയോഗത്തിൻ്റെ വിവേചനാധികാരം മുൻഗണനാക്രമത്തിൽ ഗവൺമെൻറ്റിന് കൈവശമുള്ള ഒരു സ്വത്ത് 38 ലക്ഷം കോടി രൂപ ഉപേക്ഷിക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ പ്രൈവറ്റായിട്ട് തുടങ്ങാൻ പറഞ്ഞ പകരം തുടങ്ങിയാൽ പോരെ? ഫ്രം LIC ദേ ക്യാൻ ഹാവ് ഇറ്റ്. എന്ത് വെഹിക്കിളോ ആവാം. വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ കാര്യമാണ്. അപ്പോൾ ഉക്രൈൻ നമ്മുടെ രാജ്യത്ത് വലിയൊരു നയപരമായ തെറ്റിൻ്റെ ഓർമ്മയായി നമ്മുടെ മുമ്പിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ടിൽ ഉക്രൈൻ പറയുന്നത് ന്യായമല്ലേ? ഞാൻ സഞ്ചരിച്ച ദാർശനിക വഴി അതാണ്. അപ്പോൾ അന്യനെ പോലെ കാണുകയല്ല വേണ്ടത്. ഇനി നിങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഉക്രൈൻ ഞാൻ പറയാം. ആ യുദ്ധത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ നോക്കാറുണ്ട് തിരക്കിൻ്റെ ഇടയിൽ. നോക്കണതൊക്കെ അങ്ങനെയൊക്കെ ഒരു ശീലമൊക്കെ വേണം നമുക്ക്. ഇപ്പം എങ്ങനെ നിൽക്കുന്നു യുദ്ധം? തീരാൻ പോവുകയാണ്. തീരുന്നതിൻ്റെ കാരണം എന്താ? തുടങ്ങാനുള്ള കാരണമില്ലാതായി. അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചാവോ? തുടക്കത്തിൻ്റെ പ്രകോപനം എന്താ?
നാറ്റോ എന്ന് പറയുമ്പോൾ കാലശേഷം വന്ന് ശേഷക്രിയയും കഴിഞ്ഞ് വളരെ ആഴത്തിൽ കുടിച്ചിട്ടതാണ് ഈ നാറ്റോ. രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ നാറ്റോയുടെ വരവിൻ്റെ പുറകിൽ സോവിയറ്റ് യൂണിയനായിരുന്നു, ഭീഷണിയായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുണ്ടായി 1999. അത് കഴിഞ്ഞപ്പോൾ നാറ്റോയെ വികസിപ്പിക്കില്ല എന്നൊരു കരാറുണ്ടായി. ആ കരാർ ആവശ്യം റഷ്യക്കായിരുന്നു. റഷ്യയുടെ ഡിസ്മെമ്പർമെൻറ്റ് നടക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങളെ നാറ്റോയിൽ കൊണ്ടുവന്നുള്ള ഗുണമെന്ന് വെച്ചാൽ നാറ്റോ ഈസ് എ ട്രീറ്റി ആസ് എൻ ഓർഗനൈസേഷൻ വിത്ത് സൈനിക സഖ്യത്തിൻ്റെ പ്രശ്നമാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇപ്പോഴത്തെ റഷ്യയുടെ ഒരു ഭാഗത്ത് അതിർത്തി ഉക്രൈനാണ്, തൊട്ടടുത്ത് ജോർജിയയാണ്. അവർ നാറ്റോയിൽ വന്നു കഴിഞ്ഞാൽ ഗൺ ഇവിടെ നേരെ അങ്ങോട്ട് വയ്ക്കാം, മോസ്കോയിലേക്ക് അല്പസമയം മതി. സോ ഇറ്റ് ഇസ് എ ഡിറക്റ്റ് ത്രെറ്റ് ടു ദ സെക്യൂരിറ്റി ആസ് എ നേഷൻ ടു റഷ്യ. അവരത് പറ്റില്ല എന്ന് പറഞ്ഞു, സമ്മതിക്കുകയും ചെയ്തു. അവിടെ കയറിയിട്ടാണ് നാറ്റോ ഉക്രൈൻ അതിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഇപ്പോൾ ലെവൻസ്കി പറയുന്നു ഞങ്ങൾക്ക് നാറ്റോയിൽ പോകണമെന്നില്ല. എന്ത് വിവേകം! എന്താ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷി നാറ്റോയ്ക്കില്ലെന്ന്. അത് നേരത്തെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ കൗണ്ടർ എന്താ വന്നത്? ഉക്രൈൻ ഗവൺമെൻറ്റിനെ മാറ്റാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അപ്പോൾ അതൊരു ദാറ്റ് ക്യാൻ ബി കൺവേർട്ട് ടു എ സിങ്ക്രണൈസ്ഡ് പൊസിഷൻ ടു സെറ്റിൽ ഇറ്റ് ഫോർ ബെറ്റർ. അങ്ങനെ വരും. പക്ഷേ പ്രശ്നം എന്താ? ഇപ്പം നടക്കുന്ന അല്ല രംഗം, ഇതൊന്നുമല്ല രംഗം. ഇതിൻ്റെ പുറകിൽ വേറെ ആളുണ്ട്. ഈ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നുണ്ടോ? ഇല്ല, ഇടപെടില്ലെന്ന് പറയുകയും ചെയ്തു. അതൊരു ഇടപെടില്ല എന്ന് വെച്ചാൽ വരുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തേക്കെന്നാണ് പറഞ്ഞ്. അപ്പോൾ കൊടുക്കലെന്തോന്നാ? ആയുധങ്ങളാണ്. അവിടെ ഒരു യുദ്ധം ആവശ്യമായിട്ട് വന്നത് ഏറ്റവും പ്രധാനമായും അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്ക ഒരു പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഏറ്റവും വലിയ പുറകോട്ട് പോക്ക് നവലിബറൽ നയങ്ങൾക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു അഫ്ഗാനിൽ നിന്നുള്ള പോക്ക്. അഫ്ഗാൻ റെഫറൻസ് മാത്രം മതി, വേറൊന്നും പറയേണ്ട കാര്യമില്ല, അടിക്കുറിപ്പൊന്നും വേണ്ട. അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ ആഫ്റ്റർ ഓൾ. ഈ യുദ്ധത്തിന് എവിടെ പോയാലും തിരിച്ച് അത്രയും പേര് പോകാറില്ല അമേരിക്കയിലേക്ക്. എണ്ണം തയ്ക്കാൻ പെട്ടി ചെല്ലും. പെട്ടി നേരം എണീറ്റ് പോകില്ല, ആരെങ്കിലും ബന്ധുക്കൾ വന്ന് കൊണ്ടുപോകണം. ശ്രദ്ധിച്ചില്ല, അത്രേ ഉള്ളൂ. ഇനി അത് വയ്യ എന്നാണ്. പക്ഷേ പങ്കെടുക്കാത്ത യുദ്ധത്തിൽ അമേരിക്ക നേട്ടം ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ എക്കോണമി ഒന്ന് കൊളാപ്സ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ബുദ്ധിമുട്ടി തുടങ്ങിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് വെള്ളൂർ 2-3 ദിവസം മുമ്പ് കൂടുമ്പോൾ പ്രശ്നമായി. പൾപ്പ് കിട്ടാനില്ല. പൾപ്പ് അവിടെ നിന്നാണ് വരണേ. നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്ന പൾപ്പ് അങ്ങനെ കിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ പൾപ്പിനുള്ള ഡൗൺവേർഡ് ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ഇക്വിലിബ്രിയമാണ്. ഇന്നലെ ഫെർട്ടിലൈസർ സെക്രട്ടറി വന്നിരുന്നു, മിസ്റ്റർ ചതുർവേദി IAS. ഞങ്ങളുടെ ചർച്ച നടക്കുമ്പോൾ പുള്ളി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് അമോണിയം നൈട്രേറ്റ് ഉണ്ടാക്കാം. അമോണിയം നൈട്രേറ്റ് എന്ന് വെച്ചാൽ സ്ഫോടക വസ്തുക്കളാണ്. അത് ആവശ്യമാണ്. മൈൻസിലെല്ലാം ആ സാധനം ഇല്ലാണ്ട് പറ്റില്ല, പണിയെല്ലാം നിന്ന് പോകും, ഊർജ്ജം നിന്ന് പോകും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് വരുന്നത് ഉക്രൈനിൽ നിന്നാണ്. ഈ യുക്രൈൻ ജോർജിയ എന്നൊക്കെ പറഞ്ഞാൽ സെൻസിറ്റിവിറ്റിയുള്ള പ്രൊഡക്ഷൻ സെൻറ്ററുകളാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്ക അവരുടെ ഓയിൽ കമ്പനികളെല്ലാം സജീവമാക്കി. അമേരിക്കൻ ഓയിലിൻ്റെ അകത്ത് ഷെയിൽ ഗ്യാസ് ഉണ്ട്. ഷെയിൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പും പാറയും പൊട്ടിച്ചെടുക്കുന്ന ഒരു പ്രകൃതി വാതക ലഭ്യതയാണ് ഈ പറയുന്ന സംഗതി. ഷെയിൽ ഗ്യാസ് കോസ്റ്റ് കൂടുതലായിപ്പോയി. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചേക്കായിരുന്നു. $20, $30. ഇപ്പോൾ $120. അപ്പോൾ എല്ലാം തുറന്നോളാൻ പറഞ്ഞു. സോ അവൻ്റെ ഓയിൽ മാർക്കറ്റ് നേരെയായി.
തന്നെയല്ല, കൊറോണ കാലത്തുണ്ടാക്കിയ സ്റ്റിമുലസ് പാക്കേജിന് വേണ്ടി വന്ന പണത്തിൻ്റെ പ്രയോഗത്തിൽ വന്ന ഇൻഫ്ലേഷൻ്റെ കാലത്ത് ഇൻട്രസ്റ്റിന് വന്ന മാറ്റങ്ങളൊക്കെ വെച്ചിട്ട് ഡോളർ അടിക്കാൻ ഇപ്പോൾ ഓട്ടയിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുക ഡോളർ. ഈ അമേരിക്കയുടെ ഈ ഇടപെടൽ ഈ യുദ്ധത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഫലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മോദിയുടെ ലോകകാര്യങ്ങളിലെ നിലപാട് 2014 ശേഷം ആദ്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ചോ? മറ്റേ നേരം വെളുത്ത് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുക, വൈകുന്നേരം അങ്ങോട്ട് നോക്കി എങ്ങോട്ട് നോക്കി, ഇപ്പം അങ്ങോട്ട് പെടൽ തിരിയുന്നേ ഇല്ല. തന്നെയല്ല, റഷ്യക്കെതിരായിട്ട് മിണ്ടുന്നുമില്ല. നമ്മൾ ഉക്രൈനെതിരോ റഷ്യക്ക് അനുകൂലം, റഷ്യ ഒരു മുതലാളിത്ത രാജ്യമാണെന്ന ചിന്തയാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കൊള്ളാം. ടു ബി വെരി പ്രിസൈസ് ആൻഡ് ക്രിസ്റ്റൽ, അവർ പരസ്പര ബഹുമാനത്തിൽ തീരേണ്ട പ്രശ്നത്തിനകത്ത് അമേരിക്കയുടെ നാറ്റോ എക്സ്പാൻഷൻ മോഹമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കണക്കാക്കി നിൽക്കുന്ന ആളാണ് ഞാൻ. പോയിന്റ് ഈസ്, ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥക്കെതിരെ ഇന്ത്യ നിൽക്കേണ്ടി വന്നതിൻ്റെ മെച്ചം കുറച്ചും കൂടി ചേർത്ത് വായിച്ചാൽ നമ്മുടെയൊക്കെ ഭാവിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയുടെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, പക്ഷേ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ ഇത്രയും സഹകരിക്കുന്നത് വേണമെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ലെനിൻ്റെ ഒരു പ്രയോഗമുണ്ട്, ഈ രാജ്യങ്ങൾ 3 കൂടി ചേർന്ന പിന്നെ ലോകം വേറെ വഴിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ മുഴുവൻ ശ്രമങ്ങളും ചൈനയെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമാണെങ്കിൽ, അത് അമേരിക്കയുടെ പതനത്തെ തടഞ്ഞു നിർത്താനാണെങ്കിൽ, അത് ലോക സമ്പദ്ഘടനയ്ക്കകത്ത് വരുന്ന നവലിബറ നയത്തിൻ്റെ തിരിച്ചടിയാണെങ്കിൽ, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും ലോക രാഷ്ട്രീയത്തിൻ്റെ വരാനിരിക്കുന്ന രൂപാന്തരീകരണം തമ്മിൽ വലിയ ബന്ധമാണ്. നിങ്ങളുടെ ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ദേശീയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇത്തവണത്തെ നിങ്ങളുടെ സമ്മേളനത്തിൽ ദേശീയ കാര്യങ്ങൾ എന്ത് പറയുമ്പോഴും കൊറോണയുടെ ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ കൊണ്ട് കവർ ചെയ്ത് പോകും. നിങ്ങളതിൻ്റെ എക്സ്പെർട്സ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു 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 മഹാമാരി എന്ന നിലയിൽ കൊറോണയോടുള്ള ഒരു 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 അനുഭവം നമ്മളെ നല്ലപോലെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. കമ്മോഡിഫിക്കേഷൻ ഓഫ് കൊറോണ, അങ്ങനെ പ്രയോജനമൊന്നും എനിക്കറിയില്ല, പുസ്തകത്തിലൊന്നും എനിക്കറിയില്ല, ഞാൻ പറയുകയാണ്. എന്തെങ്കിലും നടപടിയാണെങ്കിൽ ഞാൻ ഏറ്റു. അത്യാവശ്യം ജയിലിലൊക്കെ ഇനിയും പോകാവുന്നതേ ഉള്ളൂ. കമ്മോഡിഫിക്കേഷൻ ചരക്കാക്കി കളഞ്ഞു. സത്യത്തിൽ കൊറോണയുടെ പ്രതിരോധത്തിൻ്റെ മരുന്ന് കണ്ടെത്തിയത് എന്താണെങ്കിലും അതിന് ഓക്സിജൻ്റെ സ്വഭാവമാണുള്ളത്. ശരിയാണോ? ആണെങ്കിൽ സമ്മതിച്ചാൽ മതി, എനിക്ക് വാശിയൊന്നുമില്ല. ഓക്സിജൻ്റെ സ്വഭാവം, ഓക്സിജൻ്റെ സ്വഭാവമാണെങ്കിൽ അതിൻ്റെ ഒരു ലഭ്യതയുടെ അവകാശം സാർവത്രികമാണ്. മറ്റെല്ലാറ്റിനും അപ്പുറത്ത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അതെന്താക്കി? അത് ചരക്കാക്കി കളഞ്ഞു. ശരിയാണോ? ഒരു മരുന്നിൻ്റെ നിർമ്മാണത്തിൻ്റെ വഴി നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെന്ന് പതിക്കുന്നത് ശാസ്ത്രത്തിലാണ്, വേറെങ്ങുമല്ല. മറ്റേ ചതച്ചുരുട്ടിയെ കൊടുക്കുക, അതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ കേസുകൾ. ഇതല്ല. ശാസ്ത്രമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമ ആരാണ്? ഇന്നത്തെ ഇന്ത്യൻ ചുറ്റുപാടിൽ കുട്ടികൾക്ക് ചിലപ്പോൾ അദാനി എന്ന് പറയാൻ തോന്നുന്നു, അത് വേറെ കാര്യം. അദാനി ഇന്ന് പുതിയൊരു ഗെയിം വെച്ചിട്ടുണ്ട്. അരാംകോയിൽ സ്റ്റേക്ക് ചോദിച്ചിട്ടുണ്ട്. അരാംകോ, സൗദി അരാംകോ. അരാംകോയുടെ ഒരു ഡീല് അംബാനിയായിട്ട് തെറ്റിക്കിടക്കുകയാണ്. തെറ്റിയിട്ടുണ്ടെങ്കിലും ആരാംകോയുടെ ചെയർമാൻ ഇപ്പോൾ റിലയൻസ് ഓയിലിൽ ഡയറക്ടറാണ്.
അദാനി ക്ഷണിക്കാതെ വന്നാണ്, ഇടയ്ക്ക് കയറി വന്നത്. അദാനിക്കിപ്പോൾ സ്കോപ്പില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് അദാനിക്ക് സ്കോപ്പില്ല. വന്നപ്പോൾ വന്നേ ഉള്ളൂ. ശാസ്ത്രം അതിൻ്റെ ഒരു ഉടമ മനുഷ്യരാകെയാണ്. അത് ഈ ജനറേഷനല്ല, പുറകോട്ടല്ല, അങ്ങോട്ട് പോകും. ശരിക്കും പോയാൽ മൂലം തേടി പോകണം. തമ്മിൽ സംഭവിച്ചതിന് ശേഷം എടുത്താൽ മതി. ഡൊമസ്റ്റിക്കേഷൻ, മൃഗങ്ങളെ വളർത്താൻ പഠിച്ച കാലം തൊട്ടെടുത്താൽ മതി. അതിലിപ്പോൾ നമ്മൾ IR4-ലാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇപ്പോൾ നമ്മളതിൻ്റെ ശാക്തീകരണത്തിൽ 5G എന്ന് വരുമെന്ന് ആലോചിക്കുകയാണ്. അടുത്ത ആഴ്ച ലേലം വരാൻ പോവുകയാണ്. 5G സ്പെക്ട്രം ഓപ്ഷൻ ഈസ് അപ്കമ്മിങ്. പക്ഷേ മിത്രയുടെ കാര്യം പറഞ്ഞു. മിത്ര പറഞ്ഞു സ്പെക്ട്രം അല്ല ലേലം ചെയ്യേണ്ടത്, ഡിമാൻഡാണെന്ന് പറഞ്ഞു. ഭയങ്കര ചിന്ത അത്. പോട്ടെ. ഈ ഇങ്ങനെ മാറുമ്പോൾ എന്താ മാറുന്നത്? മെഡിക്കൽ സയൻസിൽ തന്നെ വലിയ മാറ്റം വരാൻ പോവാണ്. ഈ ജനറേഷൻ ഷിഫ്റ്റാണ്. അതിനകത്തുള്ള ടെക്നോളജിയുടെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ആ സർവീസിൻ്റെ ക്വാളിറ്റി ഉണ്ടാക്കുന്ന വിസ്ഫോടനം വലുതാണ്. 3 കാര്യങ്ങളുടെ സംയോജനമാണ്. ശബ്ദവും വർണ്ണവും രേഖയും. ഈ 3 കൂടിയാണ് ഇതിനെ പോണത്. അതിനകത്ത് 5G വരുമ്പോൾ പിന്നെ വരാൻ പോകുന്ന ഒരു മാറ്റം, സർജിക്കൽ ഇൻ്റർവെൻഷൻസ് എല്ലാം റൊബോട്ടിക് ആവും. റൊബോട്ടിക് ആകുക മാത്രമല്ല, അതിനുപയോഗിക്കുന്ന ഡിവൈസസൊക്കെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസൊക്കെ 3D പ്രിൻറ്റിങ്ങിൻ്റെ ആയിരിക്കും. വലിയ ഇതല്ല. ഇതിലേക്കെത്തുന്ന ആധുനിക കാലത്ത് ശാസ്ത്രത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്, അതുവഴി ഉണ്ടാകുന്ന ഏത് നേട്ടവും മനുഷ്യൻ്റെ പൊതുസ്വത്താണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കമോഡിറ്റി ആക്കിയെന്ന് പറഞ്ഞത്, ആ ഘട്ടത്തിൽ മരുന്ന് കണ്ടെത്തുന്നതിലേക്ക് എത്തിയപ്പോൾ, മരുന്നെന്ന് പറഞ്ഞുകൂടാ, അത് പ്രതിരോധമാണ്. ഇതുകൊണ്ട് അബ്സല്യൂട്ട് റെമഡിയൽ പനേഷ്യൊന്നുമല്ല. നോ. ഒരു തർക്കം വന്നു. നമ്മൾ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഒരു ഘട്ടത്തിൽ അമേരിക്ക പോലും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. നിർദ്ദേശം വെച്ചു, അല്ലേ? സസ്പെൻഡ് റിക്വയർമെൻറ്റ് റേസ് ടു സസ്പെൻഡ്. എന്തിനാ കാര്യം? ഒന്നതിൻ്റെ മാനുഫാക്ചറിങ്, 2 ഡിസ്ട്രിബ്യൂഷൻ, 2ഉം ലിബറേറ്റ് ചെയ്യാനാണ്. അതാണ് ആവശ്യം. കാരണം സമയമില്ല കയ്യിൽ. അനുഭവങ്ങളുടെ പിൻബലമില്ലാത്ത കാലത്ത് കൊറോണയുടെ ഭീതി അന്തരീക്ഷത്തിനകത്താണത്. ഇപ്പോൾ കുറച്ചുകൂടി മാറി. ഇപ്പോൾ അനുഭവമായി, 2-3 ആയി. സോ വി ക്യാൻ ടേക്ക് എ സേഫ് പ്രിപ്പറേറ്ററി സം ടൈം ഈസ് ദെയർ ആസ് എൻ ഇൻ ബിറ്റ്വീൻ ഫാക്ടർ. മറ്റതല്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ സ്വാതന്ത്ര്യത്തെ ലിബറേറ്റ് ചെയ്യണമായിരുന്നു. അത് ലോജിസ്റ്റിക്സിൻ്റെ പ്രശ്നമുണ്ട്. ആഫ്രിക്കയിലെ ഒരു വില്ലേജിലെത്തണം, അല്ലെങ്കിൽ ഉഗാണ്ടയിലെത്തണം. ഇറ്റ് ഈസ് ബിഗ് ആസ് എ ചാലഞ്ച്. അത് 2ഉം ചെയ്യാനാണ് ഡിസ്ട്രിബ്യൂഷനും മാനുഫാക്ചറിങ്ങും നമ്മൾ ലിബറേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നടന്നോ? നടന്നില്ലെന്ന് മാത്രമല്ല, ക്രൂരമായിട്ട് സംഭവിച്ചെന്താ? വികസിത നാടുകൾ അവിടെ പൗരന്മാർക്ക് ആവർത്തിച്ച് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു. ഒരിക്കലല്ല, റിപ്പീറ്റഡ്ലി ദേ ഡിഡ് ദ സെയിം. അതേസമയം ഒരുപാട് പേരോ. അങ്ങനെയാണ് ഞാൻ കമ്മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. വലിയ തെറ്റില്ലാന്ന് തോന്നുന്നു. ഈ ഒരു സാഹചര്യം മൂലധനത്തിൻ്റെ സ്വഭാവമാണ്. അത് പറയാനാണ് ഞാൻ വന്നത്. അത് മൂലധനത്തിൻ്റെയാണ്. പക്ഷെ അവിടെ ഒരു പ്രധാന കാര്യം വന്നു. ഈ കമ്മോഡിറ്റിയാക്കി അതിനെ മാറ്റുന്നതിൻ്റെ ഒപ്പം അത് പൊതുവാകേണ്ടതിൻ്റെ ഒരു വിദ്യാഭ്യാസം അതിൻ്റെ ഇടയിൽ വന്നു. അതാണ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ നേട്ടം. എവിടെയെല്ലാം മെഡിക്കൽ ഫെസിലിറ്റീസിനകത്ത് ഒരു കോമൺ അസർഷൻ ഉണ്ടോ, ഗവൺമെൻറ് കൺട്രോളുണ്ടോ, സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണോ, അവിടെയെല്ലാം ആൾക്ക് രക്ഷ കിട്ടി. ഇതൊരു പാഠമാണ്. ഒന്നാമത്തത് കമ്മോഡിറ്റി ആക്കിയത്. 2ാമത്തെ പാഠം ഇതാ. ആ പാഠത്തിൻ്റെ ഗുണഫലം ഉപയോഗിച്ചാലും കിട്ടിയ ഒരു സംസ്ഥാനത്തെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുള്ളതാണ് ഒരു കാര്യം.
അത്രയും മതി. വേണമെങ്കിൽ നന്നായിട്ട് അടിക്കാമായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അവസരം പോയാൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഇറ്റ്സ് എ മിസ്സിങ്. നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഒരു സാഹസിക സഞ്ചാരത്തിൻ്റെ എൻഡിൽ വരുമ്പോൾ വളരെ നമ്മളെന്താ കുഴപ്പത്തിരിയാവാ, അടിച്ചാലുള്ള നഷ്ടം എന്ത് വരുമെന്ന് നോക്കും. കോസ്റ്റും ബെനിഫിറ്റും കൂടി നോക്കണ്ടേ. ഇറ്റ്സ് ഹൈ കോസ്റ്റ് അഫെയർ, സോ ഇറ്റ് ഇസ് ബെറ്റർ ടു കീപ് ബാം. ഗുഡ്, ആയിക്കോട്ടെ. അപ്പം അതുകൊണ്ട് ദേശീയ പ്രശ്നത്തിനകത്ത് ഈ ഘടകമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പോയിൻ്റ്, 2 പോയിൻ്റ് നമ്മൾ കടന്നിട്ടുള്ളൂ. മൂന്നാമത്തെ പോയിൻ്റ്, ഈ ആഴ്ച തന്നെയാണ് നമ്മുടെ പണിമുടക്കം വരുന്നത്. നമ്മൾ ട്രേഡ് യൂണിയൻ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുമായിട്ടുള്ള നമ്മുടെ ഇൻ്റർഫേസ്, അതിൻ്റെ ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ഐഡിയോളജി, അതിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. പണിമുടക്ക് മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ശക്തമായൊരു ആയുധമാണ്. അതിൻ്റെ വരവ് ഒരു ബേസിക് ആക്ട് അറസ്റ്റ് ചെയ്ത് നിർത്തലാണ്, ബോധപൂർവം. ഒരാളെ തൊഴിലെടുക്കുന്നു, അയാളെ നിർത്തിവെക്കുന്നു, ബോധപൂർവം. അസുഖം വന്നിട്ടല്ല, വിത്ത് എ ഡിറ്റർമിനേഷൻ. അതൊരാഘോഷമല്ല, നിർവാഹമില്ല ചേട്ടാണ്. അപ്പം എന്താണത്? ഒരാൾ തൊഴിലാളിയാകുന്ന എപ്പോഴാണ്? തൊഴിലാളിയാകുന്നത് ജനിച്ചു, മരിക്കും, ഇതിനിടയിൽ ഒരു പീരീഡുണ്ട്. ആദ്യത്തെ കുറേ കൊല്ലം തയ്യാറെടുപ്പാണ്, പിന്നത്തെ കുറേ കൊല്ലം തയ്യാറെടുപ്പാണ് പോകാൻ. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ജീവിക്കണം, ജീവനം. നിങ്ങൾക്കൊപ്പമുള്ളവരുടെയും കൂടി അതിജീവനം. നിങ്ങളുടെ കൈവശം എന്തുണ്ട്? ജനിച്ചെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കൊരു സന്നദ്ധതയുണ്ട്, അധ്വാനിക്കാം. പക്ഷെ നിങ്ങളുടെ സന്നദ്ധത അവസാന വാക്കല്ല. ആ സന്നദ്ധതയ്ക്ക് ഒരു സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. സംബഡി ഷുഡ് എൻഗേജ് മീനിങ്ഫുള്ളി, ദെൻ ഓൺലി ദാറ്റ് വിൽ വർക്ക്. അപ്പോൾ സന്നദ്ധതയുള്ള ആൾ തൊഴിൽ അന്വേഷകനും, സന്നദ്ധ ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തൊഴിലാളിയുമാണ്. തൊഴിലാളി അങ്ങനെ ആയപ്പോൾ എന്ത് പറ്റി? നിങ്ങൾ എൻഗേജ് ചെയ്ത് എന്തിനാ? ഏതായാലും ആ വഴിക്ക് പോകുകയല്ലേ, കുറച്ചേരം ഇങ്ങനെ ചെയ്തിട്ട്. നോ, ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ എൻഗേജ്മെൻറ്റ്. അതെന്താണ്? നിങ്ങൾ ഇടപെടുമ്പോൾ വെൽത്ത് ഉണ്ടാവും. ദാറ്റ് മേ കം ഇൻ സർവീസ് ഫോം ഓർ ഇൻ കൈൻഡ് ഫോം, ഐദർ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കിട്ടുന്ന വിചാരിച്ചത്. ഇതാണ്, പണിയെടുക്കുന്നവരെ പരിഗണിക്കുന്നില്ല. ഇത് വെള്ളം തരും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പോകുന്നതാണ് നല്ലത്. വളരെ ബലം പിടിക്കേണ്ട, സിമ്പിൾ. കുഴപ്പമില്ല. കൊടുക്കുമ്പോൾ ശരിക്കും ചൂടുവെള്ളമാണ് കൊടുക്കേണ്ടത്. ചൂടില്ലാത്ത വെള്ളം സംസാരിക്കുന്നവർ കൊടുക്കുന്നത് ശത്രുത കൊണ്ട് കൊടുക്കുന്ന, ആ തൊണ്ട പോകാനാണ്. യെസ്, അധ്യാപകർ, പാട്ടുകാർ, പ്രസംഗകർ, ഇങ്ങനെയുള്ള ആൾ കൊടുക്കുമ്പോൾ വോക്കൽ കോഡും കൂടി നോക്കിക്കൊള്ളണം. അപ്പോൾ കുഴപ്പമില്ല. എന്നെ സഹായിക്കാൻ വന്നാൽ ഇത്ര വഴക്കുപറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ വാല്യൂ ഉണ്ടാവും നമ്മൾ പറയുന്നത്. ഉണ്ടാകുമ്പോൾ അധ്വാനിച്ച എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മുഴുവൻ എനിക്ക് തരില്ല. അത് ഓർഗനൈസ്ഡ് ആൾ വേണ്ട എടുത്തുകൊണ്ട് പോകും. അവിടെയാണ് ഈ ബന്ധം വരുന്നത്. ആ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത, പണി എടുപ്പിച്ചവനൊരു ആധിപത്യം ഉണ്ടാവും, പണി എടുത്ത ആൾക്കൊരു വിധേയത്വം ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പാണ് പണിമുടക്കുകൾക്ക് അടിസ്ഥാനം. ആവർത്തിക്കില്ല, വെരി സിമ്പിൾ. അപ്പോൾ അതിനകത്തൊരു വ്യവസ്ഥ വേണം. വ്യവസ്ഥ അതിൻ്റെ ഒരു പാരസ്പര്യത്തിൻ്റെ ബഹുമാനമാണ്. അങ്ങനെ ഉണ്ടായതാണ് തൊഴിൽ നിയമങ്ങൾ. എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആ തൊഴിൽ നിയമങ്ങൾ ഒരിടത്തുണ്ടായതല്ല, അതിനൊരു പരിണാമമുണ്ട്.
വരവും വളർച്ചയും ദേശാന്തര ബന്ധങ്ങളും തലമുറയുടെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. അതിൻ്റെ ആകെത്തുക എന്താണ്? ആകെത്തുക തൊഴിലാളികളുടെ എംപവർമെൻറ്റ് തന്നെയാണ്. കാരണം അവർ അനാഥമാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അവരാകെ ശ്രമിക്കുന്നത് ഒരുമിച്ച് ചേർന്ന് കൊണ്ടത് പിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ പോലും മൂലധനത്തിൻ്റെ ശക്തി ആജ്ഞാശക്തിയാണ്, ആധികാരികമാണ്, ആധിപത്യത്തിൻ്റേതാണ്. ആ പണിമുടക്കം ഉൽപ്പാദനം നിർത്തിക്കളയും. അപ്പോൾ കണ്ണുറക്കും. കാരണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ലാതെ നിൽക്കാനാവില്ല. പക്ഷേ ഒരു പണിമുടക്കിൻ്റെ മഹത്വം അത് ദേശീയമാകുമ്പോഴാണ്, അതിലെല്ലാവരും വരുന്ന സമഗ്രത ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾ നേടിയിട്ടുണ്ട്. സമഗ്രം എന്ന് പറഞ്ഞാൽ 360 മേ ബി BMS as an entity bar out, but they too are in an inclusive mood. പണിമുടക്കിൻ്റെ ഒരു വരവ് അതൊരു സന്ദർഭം മാത്രമല്ല, അതിനകത്തൊരു സന്ദേശമുണ്ട്. സന്ദേശം സമരത്തിൻ്റെതാണ്. സമരാത്മകത എന്ന് പറയുമ്പോൾ എന്തോ മാറ്റം അത് ആവശ്യപ്പെടുന്നു. അതിൻ്റെ സമ്മർദ്ദ രൂപമാണത്. പ്രശ്നം കൃത്യമായി ചെല്ലുന്നത് നയത്തിൻ്റെ അകത്താണ്. ഉക്രൈനിൽ നമ്മൾ നയം കണ്ടു. നയം മാറ്റാൻ ഈ പണിമുടക്കത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന 12 ആവശ്യങ്ങളും നോക്കിയാൽ പ്രധാനമായിട്ടും എല്ലാം നയപ്രശ്നങ്ങളാണ്. പിന്നെ നയം എന്തോന്നാ? പോളിസി. പോളിസിയുടെ ഉടമയാരാ? എവിടെ നിന്ന് വരുന്നു? അതെത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഈ യോഗത്തിൽ അധ്യക്ഷൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പോണത് കാണാൻ പറ്റും. നയം വരുന്നു എന്ന് പറയുമ്പോൾ അറിയാനും പറ്റില്ല. ദാറ്റ് ഈസ് ദ നേച്ചർ. അപ്പം അത് ഇന്ദ്രിയ ഗോചരമല്ലെന്ന് തോന്നും, പക്ഷെ നിങ്ങളുടെ എല്ലാ രോമകൂപങ്ങളിലേക്ക് തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ നയം വരുന്നത് ഗവൺമെൻറ്റുകളിൽ നിന്നാണ്. ഗവൺമെൻറ് വരുന്നത് എവിടെ നിന്നാണ്? ഓട്ടോറിക്ഷയിലാണോ? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഗ്രൗണ്ട് ത്രൂ പാർട്ടീസ് ആസ് ഓർഗനൈസേഷൻസ്. പാർട്ടികളോ? ഒന്നല്ല, പലതുണ്ട്. ഒന്നും ഒരുപോലെയല്ല. പാർട്ടികളെന്ന് പറയുന്നത് കേവല സംഘടനകൾക്കപ്പുറത്ത് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത താല്പര്യങ്ങളുടെ പ്രാതിനിധ്യമുള്ള സംഘടനകളാണ്. അപ്പോൾ ഈ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇൻട്രസ്റ്റ്. ബേസിക് ഇൻട്രസ്റ്റ് ഈസ് ക്ലാസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്ലാസ്സോ? ഒരുപാട് ക്ലാസ്സുണ്ട്, സോ മെനി. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനത്തെ താല്പര്യ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ് നയങ്ങൾ എനിക്ക് അനുകൂലമാണോ അല്ലയോ, ഈ പ്രശ്നം വരുന്നു. നമ്മൾ പഠിച്ചു വന്നതിൽ നിന്ന് ഒരുപാട് മാറ്റം വരികയാണ്. ഇപ്പോൾ നമ്മൾ പൗരധർമ്മം എന്ന് പഠിച്ചു. ഒരു പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ധാരണകളാണത്. അത് നിങ്ങളെ എംപവർ ചെയ്യും, നിങ്ങളെ ഊർജ്ജസ്വലനാക്കും, നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും. ഇപ്പം എന്തായി സ്ഥിതി? നിങ്ങൾ പൗരനാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മതമൊന്നും നോക്കിയിട്ട് വേണം പൗരത്വം തുടങ്ങാൻ. പളി. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്തൊന്നും നമ്മുടെ ജാതി മത വ്യത്യാസങ്ങൾ നമ്മുടെ സ്കൂളിലോ നമ്മുടെ എങ്ങും ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല. ഇപ്പോഴോ? ഇപ്പോൾ ഒരു പ്രത്യേക മതത്തിലോ ജാതിയിലോ ജനിച്ചു പോയത് കൊണ്ട് നിങ്ങളുടെ ഓരോ ജീവിത മണിക്കൂറിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്തതിലേക്ക് എത്തി ഈ രാജ്യം. അങ്ങനെയൊരു കാലത്ത് ഗവൺമെൻറ് നയങ്ങൾ പ്രധാനമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക നയങ്ങൾ. അങ്ങനെ വരുമ്പോൾ നയങ്ങൾ തിരുത്താനുള്ള നമ്മുടെ കഴിവെങ്ങനെയാണ്? ആ കഴിവ് നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ച് അടുത്ത കാലത്തെ കൃഷിക്കാരാണ്. ഓർക്കുമ്പോൾ അതിന് സന്തോഷം തോന്നണില്ലേ? എന്താ സംഭവിച്ചേ? ഒരു നയം നിയമത്തിൻ്റെ രൂപത്തിൽ വന്നു. നിയമം ഉണ്ടാക്കുന്നതിന് മര്യാദയുണ്ട്.
ഒരു വഴിയുണ്ട്. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെൻറ്റോ നിയമനിർമ്മാണ സഭയോ ആണ്. ആ പാർലമെൻറ്റ് എങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടന എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിച്ച രാജ്യം ജനങ്ങളാകെ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടിയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പം എങ്ങനെയുണ്ട് പാർലമെൻറ്റ്? മന്ദബുദ്ധികളാണെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം. കാരണം പുതിയ പാർലമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പുതിയ പാർലമെൻറ്റ് ബിൽഡിംഗ് പണിയാൻ പോവാണ്. അപ്പോൾ ഒരാൾക്ക് അത് മനസ്സിലാക്കിയാൽ വലുത് വരും, പുതിയത് വരും. ആ കൊടിയേറ്റം സിനിമയിൽ ഗോപി തിളയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു സ്പീഡെന്ന് പറഞ്ഞിരിക്കേണ്ട രൂപയില്ലേ? അറിയാം, ആയിപ്പോയി. പാർലമെൻറ്റിൻ്റെ വലിപ്പമോ അതിൻ്റെ ചിലവോ അല്ല പ്രശ്നം. പാർലമെൻ്റ് ഒരു ആശയമാണ്. ആശയം എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ കൺസെപ്റ്റ് ഭരിക്കുന്നവരും ഭരണത്തിന് വിധേയമാകുന്നവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. പാർലമെൻറ്റ് ചോദ്യം ചെയ്യാനുള്ള സ്ഥലമാണ്. നമുക്ക് മറന്നു പോകാൻ പാടില്ല. നമ്മുടെ പൗരബോധത്തിൻ്റെ ഭാഗമാകണം. ഭരിക്കുന്നവരെങ്ങനെ ഇരിക്കണം? സേവകരെ പോലെ ഇരിക്കണം. ഭരിക്കപ്പെടുന്നവരോ അവരാണ് യജമാനന്മാർ. ആ ബോധം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുന്ന പാർലമെൻറ്റിനെ സജീവമാക്കണം. നിയമം ഉണ്ടാക്കുമ്പോഴോ നിയമം ആർക്കാണോ ബാധകം അവരോട് ചോദിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണ്. തർക്കം വന്നാൽ നിയമലംഘനം എന്നാണ് പേര്. നിയമലംഘനം വന്നാൽ പിന്നെ കോടതിയാണ്. കോടതി എന്ന് അതിൻ്റെ പേര് വിധി എന്നാണ്. വിധി എന്ന് വെച്ചാൽ പിന്നെ വിധി എന്നർത്ഥം. ദാറ്റ് ഈസ് ഇറ്റ്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. അപ്പോൾ എന്നെ ബാധിക്കുന്ന നിയമം എന്നോട് ചോദിക്കാം. ദാറ്റ് ഇസ് ഡെമോക്രസി. എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് കിട്ടുന്ന പങ്കാണ് ജനാധിപത്യം. അതിൻ്റെ ഏറ്റവും സൃഷ്ടിപരമായ പ്രയോഗമാണ് രാഷ്ട്രീയം. അതിനവസരമില്ലെങ്കിൽ എൻ്റെ മേലെ വടിച്ചിറക്കും. അതാ കൃഷിക്കാരിയുടെ പണി. കൃഷിക്കാരുടെ ജീവിതത്തിൽ 3 കാര്യം പ്രധാനമായിരുന്നു. 1, എന്ത് വിളയിറക്കണം. 2, അത് എവിടെ വിൽക്കണം. 3, എന്ത് വിലയ്ക്ക് വിൽക്കണം. ഇത് മൂന്നും എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3 വായി തുടങ്ങുന്നത് വളരെ ഭാഗ്യം. വിള, വിപണി, വില. ഗവൺമെൻറ് പറഞ്ഞതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളെന്ന് വെച്ചാൽ അദാനി അംബാനിയും കൂടെ തീരുമാനിക്കണത്, അത്രയേ ഉള്ളൂ. അത് അവർക്ക് അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയും വേണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് പുറകോട്ട് നടന്നു. ഇന്ത്യയെപ്പോലെ രാജ്യത്തെ ഗവൺമെൻറ് പുറകോട്ട് നടക്കാൻ പ്രാധാന്യം കൂടി. ഇത്രയും അഹങ്കാരമുള്ള ഗവൺമെൻറ് ലോകത്തുനിന്ന് വേറെ ഇല്ല. മനസ്സിലാക്കിക്കൊള്ളണം. അഹങ്കാരം വന്ന വഴി വെറുതെ അല്ല. ഭരിക്കുന്നത് മോഡിയാണെന്ന് പറയാമെങ്കിലും BJP ആണ്. അങ്ങനെ പറയുന്ന പോലെ സൗജന്യമാണ്. RSS ആണ് ഭരിക്കുന്നത്, സംശയം വേണ്ട. അപ്പോൾ ആ അഹങ്കാരത്തെ പുറകോട്ട് നടത്തിച്ചു കൃഷിക്കാർ. അതേ സ്വഭാവത്തിലാണ് തൊഴിൽ നിയമങ്ങളുടെ കിടപ്പിപ്പോൾ. പുറകെ നടക്കണ്ടേ? ഇവിടെ കിട്ടിയ ഐശ്വര്യം ഈ പണിയുടെ ആവുമ്പോഴേക്കും തൊഴിലാളികളും കൃഷിക്കാരോട് ഒരുമിച്ചിട്ടുണ്ട്. അതൊരു അപൂർവ നേട്ടമാണ്. എൻജോഡി പ്രകാരം 1 അധികം 1 എഴുതി വെച്ചാൽ 2 ഞാൻ പറയുന്നു. കൃഷിക്കാരൻ പറയുന്നത് വെച്ചാൽ 2 അല്ല 4, 5 ഒക്കെ ആകാൻ പോവുകയാണ്. കണക്ക് മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ കെമിസ്ട്രി വേറെയാണ്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം വരും. ഞാൻ പറയുന്നത് നിങ്ങളോടും നമ്മൾ ഈ നാട്ടിലും ആയതുകൊണ്ട് UP പിന്നെ അവർ ജയിച്ചില്ലേ? അതെങ്ങനെ കൈകാര്യം ചെയ്യും? നമുക്ക് അതൊക്കെ കണ്ടില്ല കേട്ടില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇരിക്കുന്നതിൽ ഏതാണ്ട് എല്ലാവരും തന്നെ അഖിലേഷ് മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്നവരാകാനാണ് ഇടയെന്നാണ് എൻ്റെ വിചാരം. ശരിയോ തെറ്റോ? അല്ലെങ്കിൽ പിന്നെ വെടിവെപ്പ് പടത്തിലേ വഴിയുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ? എന്താ സംഭവിക്കാഞ്ഞത്? അവിടെ 89 സീറ്റിൽ തോറ്റത് 2000 വോട്ടിൽ താഴെയാണ്. അവിടെ 48 സീറ്റിൽ തോറ്റത് 1000 വോട്ടിൽ താഴെയാണ്. അവിടെ 23 സീറ്റിൽ തീറ്റത് 500 ചില്ലാനം വോട്ട് കുറവിലാണ്. 7 സീറ്റിൽ തോറ്റത് 200 വോട്ടിൽ താഴെയാണ്. എന്ത് മനസ്സിലായി? അതാണ്. അപ്പം നമ്മൾ കാണുന്ന ഈ വിപരീത നയത്തിൻ്റെ വാഹകരും പ്രയോക്താക്കളും രാജ്യത്തെ ഭൂരിപക്ഷമല്ല. പക്ഷേ അവർക്ക് തേരോട്ടം തുടരാൻ കഴിയുന്നു. എന്തുകൊണ്ട്? നമ്മൾ അതുകൂടിയൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നത്തെ സാമ്പത്തിക നയം
നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. നവലിബറൽ നയങ്ങൾ തന്നെയാണ്. ഞാൻ മെനഞ്ഞാന്ന് കൊല്ലത്ത് സംസാരിക്കുമ്പോൾ BSNLൻ്റെ സമ്മേളനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകം ദേശാഭിമാനി ക്യാപ്റ്റനായിട്ട് എഴുതി. നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾക്ക് തിരക്കായതുകൊണ്ട് കണ്ടു കാണുകയല്ല, കുഴപ്പമില്ല. അതിൻ്റെ പേര് നടപടിയൊന്നും എടുക്കരുത്. ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് എനി മെമ്മോ എക്സ്റ്റൻഡ് ടു യു പീപ്പിൾ ഫോർ ദാറ്റ് വി ഹാവ് നെവർ, ബട്ട് ആസ് എ റെഫറൻസ്. എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് രാക്ഷസീയമായ മൂലധന താല്പര്യം, അതാണ് രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ്. ഗ്ലാസ് വേണം. നവലിബറൽ നയങ്ങൾക്ക് അടുത്ത കാലത്ത് വലിയൊരു തിരിച്ചടി ഉണ്ടായ സ്ഥലത്തിൻ്റെ പേരാണ് ചിലി. നോക്കിക്കൊള്ളണം. ഇപ്പം നമ്മൾ വായനയുടെയൊക്കെ ഒരു രീതി മാറ്റണം. വായനശാലയിൽ പോയിരുന്ന് വായിക്കലും നടക്കില്ല. വായന ഡിജിറ്റലാക്കണം. പ്രിൻ്റ് മൊത്തം കളയണമെന്നല്ല കേട്ടോ, നോ, ഞാൻ അവരുടെ കൂടെ ആളാണ്. തന്നെയല്ല, പരമ്പരാഗതമായിട്ടുള്ളത് പോരാ, വൈബ്രൻ്റായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ട് ഇപ്പോൾ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, ഒരാൾ കാലത്തെ അയാളുടെ പടം എടുത്ത് കൊടുത്തു, 10 മണിക്ക് ഒരെണ്ണം കൂടെ കൊടുത്തു, ഉച്ചയ്ക്ക് ഒരെണ്ണം കൂടെ കൊടുത്തു, എന്നിട്ട് അങ്ങോട്ടും എങ്ങനെ ഉണ്ടെന്ന് അങ്ങോട്ടും കൂടി ചോദിക്കും, നന്നായി തന്നെ ആളെ പ്രാന്തായിക്കൊണ്ട്. അതല്ല പരിപാടി. ദാറ്റ് ഈസ് റോങ്. നോ, ആശയവിനിമയത്തിൻ്റെ സാധ്യതകളിൽ ആശയങ്ങളാണ്, ആശയം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠമായ ബോധത്തിൻ്റെ ചിന്താ പ്രക്രിയയുടെ ബഹിർസ്ഫുരണങ്ങളാണ്. നറേഷൻ. അതിനെ പറ്റുന്ന ഒരുപാട് സാധ്യതകളിപ്പോൾ ഉണ്ട്. ആ സൈറ്റുകളൊക്കെ കണ്ടുവയ്ക്കണം. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രകൃതിക്കും ഭൂമിക്കാകെയും മനുഷ്യർക്കും വേണ്ടി തപസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർ ചെയ്യുന്ന സംഭാവനകളുണ്ട്. ഒന്ന് നോക്കിയേക്കണം, അവരെ സഹായിച്ചേക്കണം. ചിലപ്പോൾ അവർ പറയും എന്തെങ്കിലും പൈസയൊക്കെ തരാൻ പറയും. നമ്മൾ ഒരിക്കലും അത് പരിഗണിക്കുകയില്ല, നോക്കിയിട്ട് പൊക്കോളും അർഹതപ്പെട്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു 8-10 ലിങ്കൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നീട്. ഇപ്പം പോകുമ്പോൾ പുറത്ത് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ നവലിബറൽ നയത്തിൻ്റെ തുടക്കം ചിലിയിലായിരുന്നു. ഇറ്റ് വാസ് ഇൻ 70 ആൻഡ് ബൈ 73 ഇറ്റ് ഈസ് അഗെയിൻ വെൻറ്റ് ടു എ സ്പ്രീ. അതിൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട ആളാണ് അലൻഡെ. ചിലിയുടെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ചെയ്ത് തെറ്റ് അവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടായി എന്നുള്ളതാണ്. അധിക തെറ്റ് തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ചെയ്തത് ചെമ്പ് പാടങ്ങൾ ദേശസാൽക്കരിച്ചു. ചെമ്പ് ചിലിയുടെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. അതിൻ്റെ ഉടമകൾ പുറത്തായിരുന്നു, മൾട്ടിനാഷണൽസ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാഗതയെ മാറി. അത് അവസാനിപ്പിക്കാനാണ് ചിക്കാഗോ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിന്താ പദ്ധതി കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ ശേഷി കുറച്ച് സൈസ് ചെറുതാക്കി മേഖല വേണ്ടെന്ന് വെച്ച് അതിൽ നിന്നാണ് തച്ചാറും റൊണാൾഡ് റീഗനും മാർഗരറ്റ് തച്ചാറും ഊർജ്ജം സ്വീകരിക്കുന്നത്. അപ്പോഴേക്കും മൂലധന ശക്തികളുടെ ഒരു വിഷമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രങ്ങളുടെ വരവും പരമാധികാരവും ആ ഭൂപരമായ അതിരുകൾക്കകത്തുള്ള മൂലധനത്തിൻ്റെ ഇടപെടലിനെ പരിമിതപ്പെടുത്തിയത് കൊണ്ട് അത് കിട്ടുന്നതിന് വേണ്ടി ലിബറേഷൻ, ചരക്കിൻ്റെ വരവ് പോക്ക്, സേവനങ്ങളുടെ വരവ് പോക്ക്, സാങ്കേതികയുടെ വരവ് പോക്ക്, ആളുകളുടെ സഞ്ചാരം എല്ലാം പരിധിപ്പെടുത്തി കളയാൻ തീരുമാനിച്ചു. അതാണ് സംഭവിച്ചത്. ആ നയമാണ് ഇപ്പോൾ അസാമാന്യമായ അസമത്വത്തിലേക്കും ആഗോള താപനത്തിലേക്കും കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും നിന്ന് എത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രൊഡക്റ്റാണ്. പ്രകൃതിയുടെ തനതായ ഭാവവും താളവും മാനിക്കാത്ത ഭ്രാന്തമായ ആർത്തിയുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ഇവിടെ ഒരുപാട് മാറ്റം വരികയാണ്. അത്
നമ്മളുടെ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ ഘടനയെ ബാധിക്കുന്നു. റേഷ്യോ ഒക്കെ ഉണ്ട് ഇതിന്. ഹരിതഗ്രഹ വാതക ബഹിർഗമനത്തിൻ്റെ അപകടം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ചൂടുയർത്തുകയാണ്. അപ്പോൾ സമുദ്രനിരപ്പ് ഉയരും, മഞ്ഞുരുകും, രണ്ടും ചേർന്നാൽ പ്രളയമാകും. സമുദ്രത്തിനകത്തും മാറ്റങ്ങളാണ്. ശൈത്യപ്രവാഹങ്ങളും ഉഷ്ണപ്രവാഹങ്ങളും ഉണ്ടാക്കുന്ന ചുഴലികളും മറ്റും വൻ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെയെല്ലാം തടുക്കണമെങ്കിൽ മനുഷ്യൻ്റെ പ്രകൃതിയിലെ ഇടപെടലിൽ നിയന്ത്രണം വേണം. ആ നിയന്ത്രണമില്ലെങ്കിൽ ജീവിലോകം നിൽക്കില്ല. ജീവിലോകം നിൽക്കണമെങ്കിൽ ആവാസ വ്യവസ്ഥ വേണം. ആവാസ വ്യവസ്ഥ ഒരു എക്കോസിസ്റ്റമാണത്. ദാറ്റ് ഡിമാൻഡ്സ് ഒരു ടെമ്പറേച്ചർ, ഒരു ബാലൻസ്, ഒരു കോമ്പോസിഷൻ ഓഫ് എയർ, എല്ലാമുണ്ട്. ഇതിപ്പോൾ ഈ വർഷത്തെ നോബൽ പ്രൈസ് കൊടുത്തപ്പോൾ 2 ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തത് ഇതിനെക്കുറിച്ച് പഠിച്ച 2 പേർക്കാണ് ഇപ്രാവശ്യം നോബൽ സമ്മാനം കൊടുത്തത്. അറിഞ്ഞു. ഞാൻ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ നയങ്ങളുടെ രാക്ഷസീയമായ പ്രയോഗമാണ് ഇന്ത്യ നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ദോഷം വരികയാണ്. ഈ പണിമുടക്കിൽ നമ്മൾ ഉന്നയിച്ച ഒരാവശ്യം തൊഴിലുറപ്പ് പദ്ധതി ഒന്ന് ശക്തിപ്പെടുത്തണമെന്നാണ്. അറിയാമല്ലോ എന്താ സാധനം അത് പൗരബോധത്തെക്കുറിച്ച് കുറെ കൂടി സമ്പന്നമായ ധാരണ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഈ നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിലെ 2009-2004 കാലത്തെ UPA ലെഫ്റ്റ് CMP കാലത്തിൻ്റെ സംഭാവനയാണ്. ആ അക്ഷരങ്ങളൊക്കെ ഓർക്കണം. ഞാൻ സമയത്തിൻ്റെ എളുപ്പത്തിന് ബൈപ്പാസ് ഉണ്ടാക്കിയതാണ്. UPA ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പരിതോവസ്ഥയുടെ പ്രൊഡക്റ്റായിരുന്നു. മൂലധന വ്യവസ്ഥയുടെ ഭാവിയെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനകത്ത് തർക്കത്തിനകത്ത് ഒരു പ്രത്യേക സന്തുലനത്തിൽ ഇടതുപക്ഷം കൂടി ഇല്ലാതെ പോകാനാവില്ലെന്ന് വന്ന അവസ്ഥയെ ഉപയോഗപ്പെടുത്തിയതാണ് ആക്കേണ്ടത്. അത് കാണണമെങ്കിൽ കണ്ണു വേണം, ഉൾക്കണ്ണു വേണം. അങ്ങനെ ഉണ്ടായതാണത്. ഏത് തൊഴിലുറപ്പ് പദ്ധതി? തൊഴിലുറപ്പ് പദ്ധതി ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ടത് രക്ഷാബോധമാണ്. രക്ഷാബോധത്തിൻ്റെ ഏറ്റവും നല്ല തെളിവ് നല്ല ഉറക്കമുണ്ടെന്ന് നോക്കിയാൽ മതി. നാളെ നേരം വെളുക്കുമ്പോൾ എവിടേക്കാണ് പണിക്ക് പോകേണ്ടതെന്നും എന്ത് കൂലി കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾ ഇന്ന് കിടന്നാൽ ഇപ്പോൾ ഉറങ്ങും. മറ്റേതില്ലാത്തവൻ കിടന്നാൽ ഉരുള് കൊള്ളു കിടന്നു. അതാണ് സെക്യൂരിറ്റി, ലൈഫ് സെക്യൂരിറ്റി. ലൈഫ് സെക്യൂരിറ്റി ഫ്രം ജോബ് സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി ത്രൂ ഇൻകം സെക്യൂരിറ്റി. അപ്പോൾ ഒരു തൊഴിൽ വേണം. ആ തൊഴിലിൻ്റെ രക്ഷാബോധം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണ് പിരിയുക എന്ന് ഇന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റിയായി. അപ്പോൾ ഇത്ര മാസം കൂടി ഉണ്ടെന്നായി, ഇത്ര കൊല്ലവും കൂടി ഉണ്ടെന്നായി, അത്രയും തവണയാകാമെന്നായി, അത്രയും കടമെടുക്കാമെന്നായി. അപ്പോൾ ജീവിതം കെട്ടിപ്പടുക്കാം. ഇല്ലെങ്കിൽ ഒരു ചിട്ടി പോലും തരാൻ ധൈര്യം വരില്ല. അവിടെയാണ് തൊഴിലുറപ്പിൻ്റെ മഹത്വം. തുടങ്ങിയത് ലളിതമായിട്ടാണെങ്കിലും വികാസത്തിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ 98,000 കോടി രൂപയുടെ നീക്കിയ വീട്ടിലും ഇത്തവണ 73,000. നമുക്ക് കേൾക്കുമ്പോൾ 98,000 വലിയ തുകയായിട്ടൊക്കെ തോന്നും. ഒന്നുമല്ല. ഇന്ത്യ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ആകെ സമ്പത്ത് 240 ലക്ഷം കോടിക്ക് തുല്യമാണ്. നിങ്ങളുടെ അടക്കം അധ്വാനം. നിങ്ങളുടെ നിലമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനത് ഉണ്ട്. തീരെ സുഖമില്ലാത്ത അമ്മൂമ്മ പറമ്പിൽ കിടന്ന തേങ്ങ എടുത്ത് വരാന്തയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ദേശീയോൽപാദനത്തിലേക്ക് സംഭാവനയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് വീട്ടിൽ പണിയെടുക്കുന്ന അമ്മമാരുടെ ജോലിക്ക് വാല്യൂ കൊടുത്ത് അത് GDPയിൽ പെടുത്താമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ തൊഴിലുറപ്പ് പദ്ധതി അടക്കം നടപ്പാക്കാൻ തയ്യാറാകാത്തത് ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. അത് നയപരമായ വൈകല്യം. നവലിബറൽ നയങ്ങൾ വന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ആകെ അവഗണിക്കും. എന്തിനേയും അത് പണമാക്കി കളയും. ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. BSNL എന്താ അതിൻ്റെ ഒരു അവസ്ഥ? ബന്ധുക്കളെ അറിയിക്കാറായി. റിയലി എന്തായിരുന്നു അവരുടെ സ്ട്രെങ്ത്? അവരുടെ സ്ട്രെങ്ത് അവരുടെ എക്സ്പീരിയൻസാണ്. That is deriving out of their expertise in the technology which they are handling, which is sunrise always.
1995 മൊബൈൽ വന്നു, അവർക്ക് കൊടുത്തില്ല. മൊബൈൽ കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്, പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അവരുടെ സ്വന്തം കമ്പനിക്ക് കൊടുത്തില്ല. അന്ന് BSNL അല്ല, DOT-യാണ്. 2014 മൊബൈൽ ഹയർ ലെവലിലേക്ക് പോയി, 4G ആയി. അപ്പോഴേക്കും ആൾ മാറി. ആ സമയമായപ്പോൾ ആ സമയത്തുണ്ട് മോദി പറഞ്ഞ് 4G പ്രൈവറ്റുകാർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മോദി പറഞ്ഞത് അത് പ്രൈവറ്റുകാർ കൊടുക്കുക. അപ്പോഴാണ് കുറേയേറെ പ്രൈവറ്റുകാർ വന്നത്. അപ്പോൾ നമുക്ക് തന്നില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തു? നമ്മൾ ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നിൻ്റെ BSNL ആണല്ലേ? അപ്പോൾ ഒറ്റ പറഞ്ഞാൽ അതെ, അതങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്കൂളും തുറന്നു, BSNL ഉപേക്ഷിക്കാനുള്ള സ്കൂളും തുറന്നു. ഇനി ഇത് നടത്താൻ വന്ന വോഡഫോൺ, എയർടെൽ, ഈ കമ്പനികൾക്കെല്ലാം ഗവൺമെൻറ്റിലേക്ക് പണം കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അഗ്രിഗേറ്റ് ഗ്രോസ് റവന്യൂ, AGR, 1,64,000 കോടി രൂപയാണ് ഈ കമ്പനികളെല്ലാം കൂടി ഗവൺമെൻറ് അടയ്ക്കേണ്ടിയിരുന്നത്. അവരടച്ചില്ല. അവർ പറഞ്ഞു ഇങ്ങനെ ആകാശത്തൂടെ ഓരോന്നൊക്കെ വിട്ട് നേരെ സർക്കാരിൻ്റെ അയച്ചിട്ട് കാര്യം ചോദിച്ചു. സിമ്പിൾ ലോജിക്. അവസാനം സുപ്രീം കോടതിയിൽ ഡിബേറ്റ് ചെയ്ത് അവസാനം പറഞ്ഞു കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട തുക 1,64,000 ആണെങ്കിൽ ഇത് കിട്ടിയ വരുമാനം എന്തായിരിക്കും? അതറിയണമെങ്കിൽ ഒരു മാസം ഒരാൾ 1000 രൂപ മുടക്കിയാൽ, ഇപ്പോൾ ഇന്ത്യയിലെ മൊബൈൽ കണക്ഷൻസ് ബിയോണ്ട് 100 crore കേട്ടോ, 100 കോടിക്ക് അപ്പുറമാണ്. അത് മൾട്ടിപ്പിൾ വരുമ്പോൾ 140-നപ്പുറം പോകും. അത് വേറെ ടെക്നോളജി സമയം പോകും, അത് വേണ്ട. അപ്പോൾ ഇത്രയും വലിയ തുകയില്ല, ദശലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണിയാണ്. ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്താലോ പിന്നെ വേറെ ചിലവില്ല, പിന്നെ ഇങ്ങോട്ട് ടാപ്പിങ്ങാണ്. അവസാനം ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇത് അടയ്ക്കേണ്ട കമ്പനികൾ അടയ്ക്കാൻ പറ്റാത്ത സങ്കടം പറഞ്ഞാൽ പറയുന്ന ഒരു കാര്യം ചെയ്യുക, നിങ്ങളത് ഷെയർ ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതും ബുദ്ധിമുട്ട്, എന്നാൽ ഷെയർ ഞങ്ങൾക്ക് തന്നേക്കാൻ പറഞ്ഞു. ഗവൺമെൻറ് മേടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് വോഡാഫോണിൻ്റെ ഷെയർ 54,000 കോടി ഇപ്പോൾ മേടിച്ച് കട അവരുടെ പേരിലാക്കി. ആരുടെ? നമ്മുടെ പേരിലാക്കി. അപ്പോൾ എന്തു ചെയ്തു? അത് നഷ്ടത്തിൻ്റെ ദേശസാൽക്കരണം, ലാഭത്തിൻ്റെ സ്വകാര്യവൽക്കരണം നടക്കുകയാണ്. ഈ നയം ഇങ്ങനെ വരുമ്പോൾ, നവലിബറൽ നയം, ഇന്ത്യയിലിപ്പോൾ തൊഴിലില്ലായ്മയുടെ സ്ഥിതി എന്താ? മെനഞ്ഞാന്ന് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസീസിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ തൊഴിലില്ലാതെ നിൽക്കുന്ന ഇടം ഇതാണ്. വർക്കിംഗ് പോപ്പുലേഷൻ 23% പണിയില്ല. ദർ ഈസ് എ യുണീക്ക്നെസ് ഉണ്ട് ഇന്ത്യയിലിപ്പോൾ. ഇതൊക്കെ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്യണ്ടേ? കൈകാര്യം ചെയ്യാതിരിക്കാൻ 2 പണി സമാന്തരമായിട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്. പണിയുടെ കാര്യമുള്ള മരുന്നാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ സംഘം ചേർന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തെ വലിയ തോതിൽ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. എളുപ്പമൊഴിക്കാൻ പറയാം, അവസാനത്ത് പെഗാസസിലെത്തി നിൽക്കുകയാണ്. പെഗാസസ് പക്ഷേ ഈ പറഞ്ഞ പോലെ കാണുന്നില്ലാരും. പെഗാസസ് നിങ്ങളുടെ സ്വകാര്യത എടുത്തുകൊണ്ട് പോകും. പക്ഷെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യൻ സമൂഹത്തിൽ രക്ഷയില്ല. എൻ്റെ കൂടെ പിന്നെ വരുന്ന നാണമാണ്. സ്വകാര്യതയും നാണവും രണ്ടാണ്, 2 എൻറ്റിറ്റിയാണ്. സ്വകാര്യത നിങ്ങളുടെ അവകാശമാണ്, മറ്റൊരു പ്രത്യേക അവസ്ഥയാണ്. നിങ്ങൾക്കെതിരെ, നിങ്ങൾക്കൊപ്പം നിങ്ങൾ അറിയാതെ ഒരാൾ സഞ്ചരിക്കുന്നു. അതിൻ്റെ പേര് ചാരപ്പണി എന്നാണ്. നിങ്ങളെന്ത് ചിന്തിക്കുന്നു, നിങ്ങളെന്ത് പറയുന്നു, നിങ്ങൾ ആരോട് പറയുന്നു, ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ചോദ്യം ചെയ്താൽ ഒരു ജീവി എന്നുള്ളത് നിങ്ങളുടെ സ്വത്വത്തിൻ്റെ അംഗീകാരം എന്താണ്? ജനാധിപത്യ അവകാശങ്ങളുടെ കവർന്നെടുക്കലിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അനുഭവ സാക്ഷ്യമാണത്.
പ്രതിരോധ മേഖലയിലെ പണിമുടക്ക് നിരോധിക്കുന്നതും രാജ്യവ്യാപകമായി പൗരന്മാരെ നിരീക്ഷിക്കുന്നതും മനുഷ്യന് സംഘം ചേരാൻ തോന്നാൻ എൻ്റെ കാര്യം എന്താ? സംഘം ചേരുന്നതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഗം മനുഷ്യത്വമാണ്, മാനുഷികമാണ്, മൂല്യങ്ങൾ. നമ്മുടെ വികാസം അതാണ്. ഇപ്പോൾ നടക്കുന്ന പണി ഇന്ത്യയിൽ ജനങ്ങളുടെ ഒന്നിപ്പിനെ തകർക്കുകയാണ്. ഒന്നിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് എങ്ങനെയാണ്? മൈതാനം എന്ന് പറയുന്നത് ഒരു പൊതുമുതലാണ്. മൈതാനം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക്, ഇല്ലേ? അവിടെ ആൾ കൂടുമ്പോഴോ അതിൻ്റെ പേര് നമ്മൾ മാറ്റും, അത് ഉത്സവമാണ്. അതിൻ്റെ ഭംഗി, അതിൻ്റെ സുഗന്ധം വേറൊന്നും പരിഗണിക്കുക, എല്ലാവരും കൂടിയിട്ടുണ്ട്. അതാണ് അത് വഷളാക്കാൻ ഒറ്റ വഴിയുണ്ട്. ഒരാൾ ചെന്നിട്ട് പറയുകയാണ്, അതിലെ ഹിന്ദുക്കളൊന്ന് പടിഞ്ഞാട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ പണി മാറി. എന്തൊരു ചാരുതയുണ്ടായിരുന്ന കൂട്ടമാണത്, എന്തൊരു ബോധത്തിൽ നിന്നിരുന്നവരാണ്. ഹിന്ദുക്കൾ പടിഞ്ഞാട്ട് മാറാൻ പറഞ്ഞാൽ വെറുതെ അല്ല, ബാക്കി ആളുടെ 3 സ്ഥലത്തോട്ട് മാറ്റാൻ ഉദ്ദേശിച്ചത്, പറയാൻ പോണേ ഉള്ളൂ. ഇത് ഡിസൻറ്റഗ്രേഷനാണ്, ഇത് ശിഥിലീകരണമാണ്, ഇത് മാനവികതയുടെ വിപരീതമാണ്. അങ്ങനെ വന്നുകൂടാ. സമൂഹത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാനവികമായ തലത്തിലാണ്. മനുഷ്യൻ, അതാണ് കറക്റ്റ്. ആ മനുഷ്യാവകാശങ്ങളാണ് ഭൂരിപക്ഷത്തിൻ്റെയും എപ്പോഴുമുള്ള ഒരു ചിന്തയാവേണ്ടത്. അതാണ് പുരോഗമന രീതി, അതാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ. ഭാവി അവിടെയാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് തട്ടൻ വയ്ക്കുന്ന തർക്കമായി. വല്ല കാര്യമുണ്ടോ? ഓരോ നിങ്ങൾ നോക്കുക, എല്ലാം വിശീലിക്കുന്നില്ല. നിങ്ങൾ പ്രത്യേക മതത്തിൽ പെട്ടുപോയത് കൊണ്ട് എന്തോ നിങ്ങൾക്ക് കുറവുണ്ടെന്നുള്ള ചിന്തയിൽ ജീവിക്കേണ്ടി വരുന്നൊരു ജനതയും ഇനി വരാനിരിക്കുന്ന നമ്മുടെ തലമുറയും. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊരു സാർവദേശീയമായ നിലപാടാണ്, ഇത് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗമാണ്, ഇത് രാജ്യങ്ങളെ, സമൂഹങ്ങളെ വലത്തോട്ടെടുക്കാനാണ്, പുറകോട്ട് നടത്താനാണ്. ഈ സാമ്പത്തികം നടപ്പാക്കിയെടുക്കേണ്ടത് ആവശ്യവുമാണ്. അതാണ് അതിൻ്റെ വരവ്. അതുകൊണ്ട് നവലിബറൽ നയങ്ങളുടെ പ്രയോഗവും ജനങ്ങളെ ശിഥിലീകരിക്കുന്ന മതനിരപേക്ഷതയ്ക്കെതിരായ പ്രവർത്തനങ്ങളും ജനാധിപത്യ അവകാശങ്ങളെ തകർക്കലും ചേർന്ന് വരും. എന്താ മറുപടി? ട്രേഡ് യൂണിയൻ്റെ പ്ലാറ്റ്ഫോം യൂണിറ്റിയുടേതാണ്. ട്രേഡ് യൂണിയനുകളാകെ യോജിക്കുന്നത്, അവിടെ മതം നോക്കുന്നില്ല. ഇതിപ്പോൾ ഇന്ത്യയിലെ കറണ്ട് സിറ്റുവേഷൻ ഏറ്റവും ഫിറ്റിംഗ് ആയിട്ടുള്ള മറുപടിയാണിത്. ആസ്വദിച്ച് ഹിമാചലുള്ള പണിയെടുക്കുന്നവർ ഒന്നിക്കുകയാണ്, കൃഷിക്കാരെന്നുള്ളതൊക്കെ ഒന്നിക്കുകയാണ്. അത് ഇന്നത്തെ വെല്ലുവിളിക്ക് പകരമായൊരു ദേശീയ ബദൽ സംവിധാനമാണ്. അത് നയങ്ങളിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ശക്തിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ സാഹചര്യങ്ങൾ നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ ഒന്ന് കാലോചിതമാക്കാൻ നമ്മളെ നിർബന്ധിക്കണം. നമ്മളിലേക്ക് നോക്കിയാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തൃപ്തികരമാണോ? അസുഖകരമായ ചോദ്യമാണ്. മേലിൽ എന്നെ വിളിച്ചില്ലെന്ന് വരാം. ട്രേഡ് യൂണിയനായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നിങ്ങൾ ലീഡർഷിപ്പാണ്. ഒരു സാധാരണ അംഗവും സംഘടനയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ പറയുന്നത് മിക്കവാറും ഇപ്പോൾ കേവല ഔപചാരികതയാണ്. അത് ജൈവപരമാണോ? എൻ്റേതെന്നൊരു തോന്നലുണ്ടോ? എല്ലാ തീരുമാനങ്ങളും ഞാനും കൂടി ചേർന്ന ബോധമുണ്ടോ? ഏറ്റെടുക്കലുണ്ടോ? ഇല്ല. അവസാനം അംഗം പറഞ്ഞു, ഞാൻ എൻ്റെ മാസം ഒരുമിച്ച് തന്നേക്കാം, അപ്പോൾ സെക്രട്ടറിക്ക് തരുമല്ലോ. there ends the matter. No. ഒരു ലൈവ്ലിനെസ്, ഒരു ഓർഗാനിക്, ഒരു കൊഹറൻറ്റ് കൊഹേഷൻ വേണ്ടേ? അതിലേക്ക് നമ്മൾ ആളെ നയിക്കണമെങ്കിൽ അവരെ സഹായിക്കണം. ഓരോ സംഘടനയ്ക്കും ഒരു കാലം, ചരിത്രമുണ്ട്, അതിൻ്റെ ഒരു പരിണാമമുണ്ട്. ഓരോ പുതിയ അംഗവും അത് പഠിക്കണം. വന്ന് കയറി ജോലി ചെയ്ത് ശമ്പളം വാങ്ങി പോകുന്നവരായിക്കൂടാ. അതിലേക്ക് നിങ്ങൾക്കിപ്പോൾ അടിസ്ഥാന ശമ്പളം ഉണ്ടാവും, അലവൻസ് ഉണ്ടാവും, DA പ്രത്യേകം ഉണ്ടാവും. ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ വല്ല ധാരണ എങ്ങനെ വന്നെന്നൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുടെ ധാരണ അറിയാൻ പറ്റില്ല. സോ ദർ ഇസ് എ സ്ട്രഗിൾ.
ലോങ് ഡ്രോൺ ചരിത്രബോധം വളരെ പ്രധാനമാണ്. ഇന്നലെകളെ അറിയുന്ന ഒരാൾക്ക് ഇന്നിൽ കാലുറപ്പിക്കാൻ പറ്റൂ. അതുറപ്പിച്ചാലേ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ശരിയായി കാണാനും കഴിയും. കാഴ്ചയ്ക്ക് വീക്ഷണം വേണം, ദീർഘവീക്ഷണം വേണം, കാഴ്ച വട്ടം പോരാ. അതുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ നമ്മൾ സൂക്ഷ്മമായിരുന്നു സ്കാൻ ചെയ്യണം. അതിൽ വിമർശനത്തോടൊപ്പം സ്വയം ഒന്ന് നോക്കണം. ഞാൻ ചെയ്യുന്നത് മര്യാദയാണ്. വിശീകരിക്കേണ്ട കാര്യം നിങ്ങളെല്ലാം അറിയുന്നവരാണ്, അത്ര മതി. വേറൊരു ദിവസം വരികയാണെങ്കിൽ അന്ന് അത് മാത്രം നമുക്ക് എടുക്കാം. യൂണിയൻ യോഗങ്ങളിൽ പോകുന്നത് പതിവായി പോകേണ്ട ചില ആളുകൾ പറയുക ഞാൻ മുമ്പ് വന്നുകൊണ്ടിരുന്നതാണ്. ഈടായിട്ടില്ല. ചിലത് ആവർത്തിച്ചേ പറ്റൂ. നിങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നും കഴിഞ്ഞ 4-5 കൊല്ലവും 30 കൊല്ലവും 40 കൊല്ലം ഉണ്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ പിന്നെയും പ്രശ്നമായി. ആവർത്തനം മോശമാണോ? എത്ര കാലമായി ഉറക്കം തുടങ്ങിയിട്ട്? ഒരു രാത്രി ഇതിൽ വൈകി ഉറങ്ങാൻ പറഞ്ഞാലോ എനിക്ക് കിടക്കണം. എന്താ കാര്യം? യെസ്, ദാറ്റ് ഈസ് എ മസ്റ്റ് ആസ് എ നേച്ചുറൽ തിങ്, ദൻ ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് അതിൻ്റെ ബന്ധത്തിന് ഒരു നൈരന്തര്യം വേണം. നമ്മുടേതാണ്, നമ്മളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ഓരോ ദിവസവും പുതിയ ദിവസമാണ്. എവറി ഡേ ഈസ് എ ന്യൂ ഡേ. അപ്പോൾ ഇന്നലത്തെ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഒരു റീ ഓറിയൻറ്റേഷൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. വോട്ടിനിട്ട് തള്ളിക്കളയരുത് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി നമ്മളിപ്പോൾ കേരളത്തിലാണ്. ഇത് കേരള കോൺഫറൻസാണ്. അപ്പോൾ ആ ഭാഗവും നമുക്ക് ധാരണ വേണം. ഒരു തരത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് കേരളത്തെ നയിക്കുന്ന ഗവൺമെൻറ് നമ്മുടെ വർഗത്തിൻ്റെ നേതൃത്വമുള്ളതാണ്. നമുക്ക് ആവശ്യപ്പെട്ടതാണ്. അതൊരു നേട്ടവുമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് എല്ലാ കാലത്തും വിപരീതങ്ങൾക്കകത്താണ്. ഇപ്പോൾ നമുക്ക് മെച്ചം കിട്ടി, വീണ്ടും ഗവൺമെൻറ് വന്നു. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കാറില്ല. അതൊരു വലിയ നേട്ടമാണ്, അതൊരു വലിയ അർഹതയാണ്. അർഹത എന്ന് പറയുമ്പോൾ യാദൃശ്ചികമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അർഹത ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിൽ അഹങ്കാരത്തിലേക്ക് വളരാനുള്ള വൃത്തികേട് സംഭവിക്കും. തെറ്റ്. അർഹതയ്ക്കൊപ്പം വിനയം കൂടി സഞ്ചരിച്ചാൽ അഹങ്കാരം ഒഴിവായി പൊക്കോളും. വിനയമെന്ന് പറയുന്നത് ഉണ്ടാക്കിയ നേട്ടം സംരക്ഷിക്കാൻ നമ്മൾ കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ കാണേണ്ട കാര്യം നമ്മുടെ ശത്രുക്കൾ വളരെ പ്രബലരാണ്, നല്ല പ്രബലരാണ്. ഇപ്പോൾ തർക്കത്തിൻ്റെ ഒരു കേന്ദ്രം വന്നിരിക്കുന്നത് സിൽവർ ലൈനാണ് അല്ലേ? ആണ്. നിങ്ങൾക്ക് നിലപാടുണ്ടാവും, നിങ്ങളുടെയൊക്കെ സ്വന്തം നിലപാട് ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇറ്റ് ഇസ് ഡെമോക്രാറ്റിക്കലി യുവർ ഓൺ, യു ക്യാൻ ഹാവ് ഇറ്റ്, ഐ എം നോട്ട് അഗൻസ്റ്റ്. പക്ഷേ നിരീക്ഷണം പറയുക. കേരളത്തിൻ്റെ ഇന്നത്തെ നിലയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറേയേറെ വ്യത്യാസങ്ങൾ വേണം. 2 പരിമിതിയുണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന്. ഒന്ന്, നമ്മുടെ അധികാരം കുറവാണ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ പണി നോക്കി തന്നെ. 2, നമുക്ക് വിഭവം കുറവാണ്. വിഭവം കുറവെന്ന് വെച്ചാൽ നോട്ടടിക്കാനുള്ള റൈറ്റ് ഇല്ല. അടിക്കാവുന്ന പരമാവധി ഗസറ്റാണ്. മറിച്ചായിരുന്നെങ്കിൽ ഓരോരുത്തരെ കടവത്തണ്ടെന്ന് ചോദിച്ചാൽ വീട്ടിലെത്തിച്ചേരും വോട്ടർ പട്ടിക വെച്ച്. So these are the 2 major restrictions imposed on this government by virtue of the totality of the constitutional limits. അപ്പോൾ നമ്മളിവിടം വരെ എത്തി. കേരളം ഇവിടം വരെ എത്തിയതിൻ്റെ മുഴുവൻ അവകാശവും ഇടതുപക്ഷത്തിനുള്ളതാണെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതിൻ്റെ വേഗത കുറഞ്ഞെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് വലിച്ചുകൊണ്ട് സംഭവിച്ചാണെന്ന് ഞാൻ കണക്കാക്കുന്നു. ഇന്ന് ലോകത്തോട് ഒന്ന് അഭിമുഖം നിൽക്കാവുന്ന നിലവാരത്തിലേക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മളായതിൻ്റെ പുറകിൽ ഇന്ന് EMS ദിനമാണ്.
ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിലെ സംഭാവനകളുടെ ആകത്തുകയിൽ വിലയിരുത്തുമ്പോൾ മഹത്വത്തിൻ്റെ വലിപ്പം കിടക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ മാർക്സ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്ക് പ്രയോജനകരമായി ജീവിക്കുന്ന ആൾ മഹാൻ എന്നാണ്. ഒരു പ്രയോഗ പദ്ധതി നിലയ്ക്ക് മാർക്സിസത്തിൻ്റെ പ്രയോഗത്തിൽ ഇത്രയും ഒരു എന്താ പറയുന്നത്, നല്ല വാക്കെന്താണ്, മാർഗദർശകമായ, കുറവുണ്ടെങ്കിൽ നമുക്ക് വേറെ തിരുത്താം, സംഭാവനയാണ്. ഈ കേരള സമൂഹത്തെ പഠിച്ച് ജാതി വ്യവസ്ഥ മനസ്സിലാക്കി, ഭൂബന്ധങ്ങൾ മനസ്സിലാക്കി, അതിനെ നയിക്കുന്നതിനകത്ത് ഭാഷയ്ക്കുള്ള പങ്കും ദേശീയതയും മലയാളികളുടെ സ്വത്വത്തെ ഒരു സമൂഹമായി മാറ്റുന്നതിൻ്റെ എല്ലാത്തിലും വന്നിട്ടുള്ള വലിയ സംഭാവനയുണ്ട്. അത് ജനാധിപത്യ പാർലമെൻ്ററി സംവിധാനത്തിനകത്ത് മുൻ രാഷ്ട്രീയത്തിലെ തെറ്റുകളുടെയും ശരിയുടെയും വരവിൽ എല്ലാം EMSൻ്റെയൊക്കെ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഓരോ ഘട്ടത്തിലെയും കേരള സമൂഹത്തിൻ്റെ ഒപ്പം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ എത്തിച്ചത്. പലപ്പോഴും എതിർപ്പ് വരും, ചില എതിർപ്പെല്ലാം വളരെ അന്ധമാണ്. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യകാലത്ത് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ഇവിടെ എതിർത്തു, കൃഷിക്കാരെ അണിനിരത്തി. അവർ പറഞ്ഞു ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കറണ്ടൊക്കെ എടുത്തിട്ട് പിന്നെയുള്ള വെള്ളം വെച്ച് കൃഷി നടത്തിയിട്ട് എന്താ കാര്യം? Can you follow my Malayalam? Surendran will say, if I am doing that job now, it is very difficult to take it from me later. Otherwise, we will have it. അപ്പോൾ സിൽവർ ലൈൻ പറയുന്നത് കേട്ടതൊന്നും ലോകത്തിൽ എങ്ങും ഇല്ലാത്ത എന്തോ ഒരു സാഹചര്യം ഇവിടെ കൊണ്ടുവന്നൊക്കെയാണ്. ഏറ്റവും ബുദ്ധിപരമായ എതിർപ്പ് അത് സ്റ്റാൻഡേർഡ് ഗേജ് ആയിപ്പോയി. കേട്ടതൊന്നും ഇവരൊക്കെ അതിൻ്റെ അകത്തായിരുന്നു. വേറെ എന്തെന്ന് ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മെഷീൻ ഉണ്ടാക്കി, HMT, ബ്രോഡ് ഗേജ് സർഫേസ് വീൽ GNC ബൈ HMT. 4 കോടിയാണ് ഒരു മെഷീൻ്റെ വില. ചുമ്മാ പ്രൈവറ്റുകാർ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഇത്തരം കാലം 8 കോടിക്ക്. ഞങ്ങളത് അരിച്ചു പെറുക്കി നോക്കിയപ്പോൾ അല്ല, അത്രയും വേണ്ട. വി ഡിഡ് ഇൻ എ ബെറ്റർ വേ. കഴിഞ്ഞ ആഴ്ച അത് ഞങ്ങൾ ലോകത്തിന് കൊടുത്തു. പക്ഷേ അതിന് ലിമിറ്റുണ്ട്. ഞങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ബ്രോഡ് ഗേജാണ്. ദാറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫോം ടു സ്റ്റാൻഡേർഡ് ഗേജ് വിച്ച് ഈസ് നൗ ഇൻ പ്രാക്ടീസ് വേൾഡ് ഓവർ. മിക്കവാറും രാജ്യങ്ങളിൽ അങ്ങനെയാണ്. ആ സതീശനൊക്കെ അസംബ്ലി പറഞ്ഞു കേട്ടു സ്റ്റാൻഡേർഡ് ഗേജ് ലോകത്തെങ്ങുമില്ല. തെറ്റാണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ ഒരു നിയമം കൂടി വേണം, അബദ്ധങ്ങൾ പറയുന്നതിനെ നിരോധിക്കുന്ന നിയമങ്ങൾ. ഇറ്റ്സ് ബെറ്റർ ടു ഡു ദാറ്റ്. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, അത് നമ്മൾ മാനിക്കണം. ഒരു വികസനത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ പാരിസ്ഥിതിക ആഘാതം ആര് ഉന്നയിച്ചാലും അവരെ സല്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ജെനുവിൻ. എന്താ അതിൻ്റെ അർത്ഥം? വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലനത്തെ മാനിച്ചേ പറ്റൂ. അതിനിടയിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് റെക്ടിഫൈ ചെയ്യണം. റെക്ടിഫയബിൾ. ടെക്നിക്കലി വി ആർ കോമ്പിറ്റൻ്റ് ഓർ വിൽ ഹൗ ടു ബി. അത്രേ പറ്റൂ. മേജറാണ് ഇമ്പാക്റ്റ് വേണ്ടെന്ന് വെച്ചേക്കണം. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സിൽവർ ലൈൻ വരാൻ പോവുകയാണ്. ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ എതിർക്കുന്ന പാർട്ടിലൊക്കെ ഓൾ ഇന്ത്യ പാർട്ടിയിലാണ് താനും. ഈ മുന്നണി ബന്ധങ്ങളിൽ നിങ്ങൾക്കറിയാൻ പറ്റും, കക്ഷികൾക്ക് സീറ്റ് വിഭജിക്കുമ്പോൾ കേന്ദ്ര ഓഫീസിലൊക്കെ എളുപ്പമായിരിക്കും. 4 അവർക്ക് കൊടുക്കുക, 3 ഇവർക്ക് കൊടുക്കുക. അവസാനം വാർഡിലേക്ക് വരുമ്പോൾ എവിടെയെങ്കിലും കൊടുത്ത് ഇവിടെ കൊടുക്കരുത്. കേട്ടിട്ടോ അത്? സോ ഇറ്റ് ഈസ് വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. പ്രശ്നം എന്താ? ജീവിത ചുറ്റുപാടുകളുടെ ഒരു മാറ്റം വെൽനെസ്സിന് വേണ്ടിയാണ്. വെൽനെസ് ഇപ്പോൾ രാജ്യങ്ങളുടെ പുരോഗതി അളക്കുന്നത് ഹാപ്പിനെസ്സിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഹാപ്പിനെസ് ഇറ്റ് ഈസ് എൻ ഇൻഡസ്ട്രി ഓൾസോ, കമേഴ്സ്. ഇപ്പം എന്ത് വേണം? ഒരുപാട് ഘടകങ്ങളാണ്. അതിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾക്ക് വേഗത്തിൽ പോകാനാവണം, ചുറ്റുപാടുകൾ നന്നായിരിക്കണം, ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ലെവൽ വേണം. നിങ്ങൾക്ക് എയർപോർട്ടുകൾ വന്നപ്പോൾ ആദ്യം എതിർപ്പായിരുന്നു.
ഞാൻ ഏതായാലും പോകാൻ ഉദ്ദേശിച്ചില്ല. ആർക്കെങ്കിലും പോകാനാണെങ്കിൽ ഇവിടെ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഞാൻ ഇതൊക്കെ മനസ്സ് വെച്ചിട്ട് നോക്കി. ഡൽഹി ആണെങ്കിലും കൊള്ളാം, തിരുവനന്തപുരം ആണെങ്കിലും കൊള്ളാം. എയർപോർട്ടിൽ വരുന്നതിൻ്റെ 99% BPLകാരാണ്. അറിയാമോ അത്? യാത്ര എന്ന് പറഞ്ഞാൽ ജീവിതമെന്നാണ് അർത്ഥം. ജീവിത യാത്രകൾ, അല്ലാത്ത അപൂർണ യാത്ര വിനോദയാത്രയേ ഉള്ളൂ. ജീവിക്കാനാണ് ഓടുന്നത്. ആ ഓട്ടത്തിടെ ജീവിക്കണ്ടേ? അപ്പോൾ യാത്ര വേഗത്തിലാവണം. അങ്ങനെ വേഗത്തിലാകുന്നത് നമ്മൾ ശീലിച്ചില്ലേ? നടക്കുന്നത് നിർത്തി സൈക്കിളാക്കി, സൈക്കിൾ നിർത്തി സ്കൂട്ടറാക്കി, സ്കൂട്ടർ നിർത്തി കാറാക്കി, കാറ് തന്നെ വലിയ തോതിൽ മാറി. ബോട്ടിലൊന്നും ഇപ്പോൾ ആരും വിനോദയാത്ര മാത്രമാണ് ഇപ്പോൾ ബോട്ടിൽ പോണത്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോകും, കുഞ്ഞുങ്ങളെ കാണുന്ന ഒരുത്തം ബോട്ടിൽ കയറാൻ ഭ്രാന്ത ഇപ്പോൾ. അത്രേ ഉള്ളൂ. ആ നല്ല ചിരട്ടയെല്ലാം കത്തിക്കുന്നതിൻ്റെ സ്മെല്ലോട് കൂടി എനിക്ക് തേക്കുകയാണെങ്കിൽ നന്നായിട്ട് വടി അവന് വട്ട. ഇപ്പോഴും ഭാര്യയ്ക്ക് മിക്സിയും മറ്റ് സാധനങ്ങളോ ഗ്രൈൻഡറൊന്നും മേടിച്ചു കൊടുക്കാണ്ട് അമ്മയ്ക്കല്ലോടെ കിടപ്പില്ല, അമ്മമ്മയുടെ കാലത്തോടെ എടുക്കാൻ പറഞ്ഞാൽ അവർ മുഴുവട്ട. ടു ബാഡ്. ഇതൊരു ചുറ്റുകോണിയാണ്, ഒരു പിരിയൻ കോണി പോലെയാണ് പുരോഗതി. നിങ്ങളുടെ വിരലിങ്ങനെ തുമ്പ് വെച്ചിട്ട് പൊക്കോണ്ടിരിക്കും മുകളിലേക്ക്. അതിൻ്റെ ഒപ്പം പിടിക്കുന്ന രീതി എടുക്കാതെ. ഇവിടെ എനിക്ക് മനോരമയോട് ഇഷ്ടമായി. മനോരമ പറഞ്ഞു 4 കൊല്ലം കൊണ്ട് ഇത് തീരുമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് 5 കൊല്ലം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് മനസ്സിലായി? ശ്രദ്ധിച്ചില്ല. അപ്പം മുത്തി ചത്തെന്നല്ല, കുത്തിയിരുന്ന് ചത്തിരിക്കുന്നു. ഇതെല്ലാം അതിജീവിക്കുന്ന വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വയ്ക്കുമ്പോൾ ആ കാഴ്ചപ്പാട് കേരള ഗവൺമെൻറ് ബദൽ സമീപനമാണ്. രാഷ്ട്രീയ തലത്തിൽ, വികസന തലത്തിൽ ഒട്ടാകെയുള്ള പ്രശ്നങ്ങൾ അതിനിപ്പോൾ ഫെഡറൽ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വേണം. ഇന്ത്യക്കകത്തുള്ള രാഷ്ട്രീയ ഭാവിയിലെ കേരളത്തിൻ്റെ സംഭാവനയുടെ ചുരുക്കപ്പേര് വഴികാട്ടി എന്നതായിരിക്കും. അതിൽ ഈ ഗവൺമെൻറ് സംരക്ഷിക്കാനുള്ള പ്രധാനമാണ്. നമ്മുടെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഗവൺമെൻറ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഓരോ ദിവസവും വെല്ലുവിളികളെ മറികടക്കാൻ ഈ ഗവൺമെൻറ് എങ്ങനെ സഹായിക്കും? ഈ ഗവൺമെൻറ് നാവാവണം. ആ നിലയിൽ നമ്മുടെ ചുമതലകൾ നിർവഹിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഉപസംഹരിക്കുന്ന അഭിവാദനങ്ങൾ. സാകളെ, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ വെറുമൊരു ഉദ്ഘാടന പ്രസംഗമായിരുന്നില്ല, പൂർണ്ണമായും ഒരു പഠനമായി തന്നെ നമ്മുടെ ഉദ്ഘാടനം മാറി എന്നുള്ളത് ഇപ്പോൾ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിനി ചായക്ക് പിരിയണം. അതിനു മുമ്പേ സഖാക്കൾ എണീക്കരുത്. ഒരു മിനിറ്റ് പിരിഞ്ഞിട്ടില്ല. സഖാക്കളൊന്ന് ദയവ് ചെയ്ത് സഹകരിക്കണം. ചന്ദ്രൻപിള്ള സഖാവ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിൻ്റെ ഓർമ്മയ്ക്കായി സഖാവിന് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട് സ്വാഗത സംഘം. നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് മോഹൻ സി നായർ ആ മൊമെൻറ്റോ സഖാവ് ചന്ദ്രൻപിള്ളയ്ക്ക് കൊടുക്കും. സ്വീകരിക്കാനായി സഖാവ് ചന്ദ്രൻപിള്ളയും. Yes, both of them will be there. Both of them will be there. Ramesh, please. जी सर वंडी
നമ്മളിപ്പോൾ ചായക്ക് പിരിയും. ഈ ചായ സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരെ അല്ല തൃശ്ശൂരെ NGO യൂണിയൻ സഖാക്കളാണ്. സഖാക്കളോടുള്ള NGO യൂണിയൻ സഖാക്കളോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമ്മൾ ചായക്ക് പിരിയുന്നു. കൃത്യം 12:45. ഇത്തിരി ലേറ്റാണ്, നമ്മൾ കുറച്ച് പുറകോട്ടാണ് സമയക്രമത്തിൽ, സഖാക്കൾക്കറിയാം. അതുകൊണ്ട് അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യം 12:45 നമ്മൾ വീണ്ടും സമ്മേളന പരിപാടികൾ തുടരും. ചായക്ക് പിരിയുന്നു. You are president alone now, there is no presidium formed. So comrades of the comrade president, respected leaders of CITU, national secretary who addressed us and chairman of this receptant committee, leaders of fraternal trade unions and my beloved delegates who are attending this conference. First of all, on behalf of the National Working Committee, the newly elected at Kota, I extend revolutionary greetings to you all, the delegates, for attending and making this conference successful. I will not deliberate much on the national scenario, which though I could not understand very clearly, but I got some translations from Surendran. So that has been dealt with more or less. I will deal only with the issues that we have discussed in Kota and the way forward. To start with, in the deliberations of the national leader of CITU, he has mentioned about the importance of the 28th and 29th March 2 days industrial strike, general strike at the call of the National Platform of Trade Unions, to which FMRI is also a constituent. Now, if you look back a little bit in the month of January, 19 January, we had done one-day strike. The demands are all known to you, 16-point demands. And if you see the demands of this 2-day strike, it is more or less the same demands, but reframed according to the common issues of the workers and the common people of the country. So the demands are more or less. We had made a demand that inflation should be reduced, petrol prices should be reduced. Here also the demand is the same, only that it is reframed in some other way. There was a demand in FMRI strike notice, scrapping of the labor codes and protection of SP Act. Here also the demand same, scrapping of the labor codes. It doesn't specifically mention that protection of SP Act. That was a specific demand to us. The demands to us, you remember that we have demanded for increase of GDP on medicines.
on healthcare, not medicines only, on healthcare. Now here also the demand is the similar. So the demands are almost all the same. Only thing is that it is reframed to cover the whole of the country, and especially in times of the pandemic, to give relief to the common people and the workers who are most affected. So what is our duty? Our duty is that time is very short. Today we are just around 11 days from the strike date. So in this short time, we have to reach out to the maximum number of people. Your duty in this state is less, because the government here is supporting the working class movement and supporting the working class totality. But that does not absolve you from all campaigns, because it will become an automatic strike. But we must go and reach the individuals and tell to them that if we do not change these policies, the atrocities on the common people and the employers will continue. So our campaign must be there. I'll give you an example, simple, which is very easy for us to understand. That in our industry, one thing that we are facing continuously and which is a matter of concern is digitalization. Now in this period of COVID and when the policies started coming, what was the effect of digitalization on the people in general and the workers? Now we have seen in this part of digitalization and through these electronic gadgets and through these controls that the rich have become richer. How did they become richer? The government banned all activities, declared a lockdown, but the rich became richer and the poor has become poorer. This is the fallout of misuse of technology, and which in our industry also we are telling. We are not opposing technology per se. We know that scientific advancement cannot be stalled by us. It will happen. That's a natural process and it will happen. But mindless use of technology only for exploitation of the working class and more profit to the employees is what we are opposing. And that is why we oppose use of digital gadgets, use of data entry which is not correct, as you know, that they told you to make entries. You go to a chemist shop, in the morning there is one person in the chemist shop, he gives you data that all your products are moving, and the evening you go back to that same chemist shop and you ask him, he will tell you that no product is moving. What is this? This is because of the perception of the individual, not because what is happening really. So we are entering data into a system which is based on individual perception and not on the reality in the marketplace. You are told to forecast what the doctors will write. How can you forecast what will be the disease? You don't know the disease pattern. How can you forecast? So all this mindless digitalization you are opposing. Now one thing has come new, geotagging. Now they call it little bit change, geofencing. That means you are fenced. It is like a cage. That within 50 meters, 25 meters of the doctor's chamber, you are fenced. If you don't report from there, it is like the cage in the zoos you see. There is a small area given and you have to do from that. That means there is a restriction on what activity you do and what activity you are allowed to report through the use of digital medium. Now all of us, many of us have been there in this profession for quite some time. We all know that when you go to the customers, it might be doctors, it might be retailers, we don't have a specific area of work, what they're comparing with the factory or the office where there is a CCTV camera. But here we don't have that liberty. We go out to the work and work according to the wish of the customers. So if there is a total planning of what doctors you want to visit, you might not be able to do it. And the technology does not allow you to deviate from there. Now the worst part of this that you must understand, that all this data is being analyzed by artificial intelligence, not human intervention. So when you are deviating from the tour program, the artificial intelligence is not fate the reason for your devoting, and it considers that it's a willful deviation and you are liable to punishment. That is what is happening. So that is what we decided in this conference, that we continue our protest to this misuse of mindless digitalization in the profession.
But how do we do it? That is the big question. How do we do it? A company brings in digitalization, and we start protesting as FMRI, all members. The advanced states like Kerala, West Bengal, Andhra Pradesh, Telangana, the fight is for a longer period of time. And for states where the consciousness of the workers are not so high, like Gujarat, Haryana, Himachal, or even Delhi, there the workers succumb from the very beginning. Now, this is a reality. There is no doubt about this reality. But what the FMRI conference decided is that, so in this fight against digitalization, through mobilization of the field workers across the country. That's across the country. That means why company is there. Every individual working in that company has a responsibility to contact their counterparts through the working and see that the maximum actions, this is one thing that we have to fight collectively. The fight cannot be individual. British Biological, termination of workers in Kerala, Himalaya, and there are thousands of examples. But this fight, they no fault of theirs. A jobless due related to sales related job loss. Where do we fight? We have to collectively build a resistance and fight. This is one important aspect which was discussed in the conference of FMRI. The third thing that was discussed is that in this total fight, the most important parameter was discussed is that if we cannot frame a uniform policy for our work by declaration of a statutory working rules by the central government, which we had done quite aggressively, and the government had also declared a so-called statutory working rules, though it was favoring the employers, but at least there was something developed. Now, if there is not a statutory working rules, the employers will come and give, every employer, today's context will give their own private working rules, and which is happening today. And there is a competition amongst the employers that I introduce one working rules which is bad for the workers. The second employer thinks that he has introduced a bad working rule, so I introduce a worse working rules for the employers. So that competition from bad, worse and worst is going on amongst the employers to exploit. The intention is to exploit the working class and the workers in this industry. That is the thing that we assessed in the conference, and we decided that we'll give all out united fight against this central government to frame a uniform working rules. And our demand is associated with scrapping of the labor codes and protection of SP Act. Next, what we discussed in the conference is that the people's related demands. Now we call it a people's related demands, but actually this is a part of our integral profession. We demanded that the 5% of total expenditure GDP should be spent on healthcare. Implications on the totality of the globe and the economy. Now, if you think today, a very small, narrow context, that if you think there is a lot of hype in the media that the medical students have come back from Ukraine and what will be their future. Now, our demand of 5% GDP is that the healthcare and the health education system will be so much advanced, nobody will go to Ukraine or China or for this other countries. Why are they going to these countries? Because the insufficient allocation of healthcare budget to the public sector and the cost of studying in the private sector is exorbitantly high to profit. And that is why there is influx to this. Nobody would like to go and study there and come back here and give a national eligibility test to practice as a doctor. So that GDP will cover up this phenomena. It is not only about treating ailing patients, it's not only about prices at a lower cost, or it is not only about infrastructure. It is also because of building a complete healthcare structure with more number of doctors, with more number of nursing staff, and with more number of paramedicals, because without that you cannot build a complete and composite, full self-sufficient healthcare system.
So that is also a very important demand for us. What is happening in these days? That you are seeing that the government is trying to propagate that they have increased allocation on the health sector budget, but actually it is going down. They are trying new ways, technology, I'm telling misuse of technology. National Digital Health Mission, what does it do? It only collects data from the people and interpolates to data not for the benefit, not for a public healthcare system, but for an insurance-based healthcare system. There is so much of technology available in the hands of government, but could the lives of the common people during the pandemic be saved by resourceful utilization, optimal utilization of the healthcare system? Oxygen was not there. Beds were not there. Medicines were in short supply. And black marketing was also started. So it could not be used by this mindless use of digitalization system without making a basic investment to the infrastructure. So our demand is that GDP on health should go up, should be 5%. And this to which the Indian government is a part, the public, what you call vaccination units for production of vaccines. They gave it to 2 private players only. And now 3, 4 are coming one by one. But the Chennai factory, one factory at the time of pandemic to produce vaccines, leading to a shortage. This government was busy negotiating with these private players what should be the price of a medicine. What is the price of these vaccines? But with that negotiation, instead of that, if they would have utilized the public vaccine producing units, we could have produced faster vaccines. Good vaccines and with the same technology, because in India we can produce. Why I am telling this? On the government in the country, they are not doing it. And going out, national telling the public sector, you are only promoting the private sector and making them billionaires. This is also what we are fighting against this, in this situation, and which is also a common demand of the totality 28th and 29th strike. So the FMRI conference at Kota took a resolution that the 28th and 29th March strike should be all out in the pharmaceutical sector. Why? Amongst the sales promotion employees. Why? Because it is observed that when there is a strike for the common demands of the workers of a section of industry, the strike is very big. But when it is called for a general demands of the working class and the workers, the participation varies and vacillates. This was rightly identified, and that is why the Kota General Council meeting took a resolution that we have to make it bigger than the 19 January strike. 19 January strike was very big in the sales promotion industry, and this 28th and 29th January strike should be bigger than that. Now for FMRI, the lifeline of movement is the council and council-related movement. We have all the movements, the health movement, the labor courts against the labor courts, to the state government, for implementing the labor laws. To the state government, we also have demand for declaration of minimum wages and working hours. So all these demands are there. But the lifeline movement of the workers in this industry is the council and council-related movement and movement for protection of their jobs. In the past years, if you see, FMRI has been continuously growing in terms of organization up to 2019. Continuously in terms of membership and in terms of movement we have been growing. It is not only membership, because alone membership without the movement is not a synergistic growth for the organization. So both in terms of movement and in terms of membership, FMRI has been going in 2019. And in the month of February in 2020, when we met at the Mysore General Council meeting for review of our talks taken in the 2019 conference,
The organization noted with satisfaction that we have reached the highest ever membership in 2019, reaching a member of more than 109,000. And in terms of movement also, it was very impressive. So the Mysore General Council meeting had decided that we will further gear up this task of mobilization and movement to reach ahead. But then suddenly, in the month of March, the lockdown was declared and everything was closed down. And in 2020, from 2020 March, this new form of attack came on the sales promotion employees specifically. And especially on the sales conference, discussed and decided and thought and decided that we have been on the right track. That is why I'm placing it before you. The 2020 March, the government declared a total lockdown and all our work was stopped. We remained in the confines of the home out of fear and apprehension. The employees did not sit idle. The employers, without giving any infrastructure, without giving any device, to continue with their atrocities and tried to take this opportunity to further deunionize the sales promotion employees and submit to the dictates of the management. What they started doing, that you are not going to field work, you sit at your house and with your mobile and attend an 8-9 hour training class of a product which is 20 years old. Training class of a product which is 20 years old, which you have been promoting and established in the market. The intention of the management is to keep the workers caged within the framework of their and harass and humiliate them through the digital technology. FMRI rightly decided that we'll oppose these mindless meetings. We counter demand to the workers, that to the employers, that we are ready to cooperate at this time of crisis for the people of the country. We said that we will continue that intervening in the logistic setup to see that there is no crisis by contacting, by talking to distributors, by talking to our CNF agents, and by talking to the management of the company so that unhindered supply of medicine for that moment. And we continued this. We were not able to go out in the streets to demonstrate. To go out and demonstrate in front of them, neither in the field nor in front of their offices because of the restrictions. But our individual workers of the council, because of the level of consciousness that we have built up over the years, protested against this, and many lost their wages and other forms of, they are subjected to other forms of harassment. But they did not succumb. They continued their protest, and finally on 18th of May, when the government declared zones, red, white, yellow, red and green, the first thing that as an organization we did is that we called upon our workers to go back to the field places. We were aware that the workers will be at very risky condition because our job involves going to the pharmaceutical industry and also the other industries. Their jobs resolve going out to the field, to the doctor's chamber, to the retail outlets. So the threat to them and to their family members will be high, but only to protect the workplaces, to protect our place of work, so that the place of work is not replaced by the digital technology. Our members, in spite of various apprehensions and inhibitions, they went out and started work in the field to regain control of the market. And we demanded of the employers that the insurance amount should be hired, the sanitizers and masks should be given to the workers to work in the field. And we have seen that because of this demand, many of the employers actually increased their insurance amount, which is also noted and which is an acceptance of our demand. The second acceptance of our demand which we found in this time of COVID is our very valid demand of reduction of GST on medicines and medical devices. We have been raising this demand for quite some time, but the government did not pay us any heed. But during the pandemic, when the government, central government came under pressure,
you see the validity of our demand that should be understood by this meeting. That when the government came under pressure, the COVID medicines were temporarily reduction of GST was there. That means our demand for reduction of GST on essential medicines is a very valid demand which the government is ignoring. Because if it would not have been a valid demand, the central government would not have reduced GST on medicines during the period of pandemic to give relief to the workers. So this demand has also to be percolated and campaigned so that all medicines which are essential for the people, there should be reduction of GST. Reduction of GST is reduction of price. So in addition with our demand of cost-based price control and this variance of the brands, same brands, Rabeprazole, Domperidone, one company at 5 rupees and one company at 20 rupees, which is helping the employers to generate more profit in those high-selling brands and give it for pay for prescriptions that is there. So that can also be reduced and it will be uniform playing field. If the cost is designed and regulated by the government, this loot of the people, common people, will also be stopped. So that these are the demands which are also there. So FMRI was moving on the right path. In this period of pandemic, what happened is that because our job is mainly sales and in the field, where we meet each other, mainly in the field, Kerala being an advanced state, we have built a network where we have Mohalla committees also, that we go and have a contact with the workers in their place of residence. But that is not prevalent across the country. So wherever we have this system, we saw that there was no loss to us in terms of numbers, membership numbers. But where we did not have this system, the numbers gradually reduced. So the FMRI conference decided and discussed and decided that this reduction of FMRI membership from 2019 to 20 and then regaining back in 2021 is a transient phenomena which happened because of our less activities in the field, which is our workplace. So the FMRI conferences took a call that we can reverse. Now the things are opening up. And our field work has almost normalized. So the FMRI conference took a call in this conference that this is a transient phenomena and not a same phenomena across the country. Somewhere we could retain, somewhere we could increase, some states we could not increase, there was a lesser growth. So the FMRI conference took a resolution and decided that in their vision document that in the next 3 years we'll try to pursue, we'll reach out to the members physically, and we are capable enough to reach a milestone number of 1,25,000 by 2025. The onus decision, but where is the onus? The onus is in the micro level. So if the delegates attending this meeting, if they do not go down and sensitize the subunit leadership, this decision only never in the mahallas and towns and cities of the country. And naturally, for people who do better in the tough times, the expectation is also better. So out of 1,25,000 that FMRI decided, a sizable section has to be from KMSRI. Just to give an example, our membership in 2021 is 97,000 plus, and KMSRI is 11,000 plus. So what is the ratio? What is the percentage? How much? 13%. So if you go to 1,25,000, what will be the membership of 13% if you retain this level only? So you can do it only if we go from this conference and the delegates and sensitize the members who are there down the line. And for this, we thought that it is not only sufficient that we reach out to the normal pharmaceutical marketing that is there, but we have to reach out to the other industries in which we are doing exceedingly well. And you also have to reach out to field workers in the profession and coming to this union under various hurdles. So you must reach out to them in more and more numbers. And also to the so-called sales officers who are given an idea when they enter
that you are a management of a sales promotion employee only. Hire and fire is easier in those cadre and not in the organized section of the sales promotion employees. So now I was talking about council-related movement. Why against your employers and get your rights. You can get some demands from the central government, from the state government, but your rights of doing a trade union, your rights as guaranteed by the Constitution of India, we are observing 75 years Azadi Ke Mahotsav. Big campaign in the social media, in the press and in everywhere by the central government, Azadi Ke Mahotsav 75. What did this government has given to you? Have they propagated what are the articles in the Constitution? Article 19, Article 21, which we often quote in our, they don't guarantee that there will be recruitment not based on caste, creed, religion, and the social recruiting people are totally biased. So the government, this central government is observing 75 Azadi Ke Mahotsav, but in reality they are actually exploiting the workers and the common people of the country. And they are depriving them of the democratic rights. They are trying to divide the workers of the country on the basis of communal lines, on the basis of caste, on the basis of creed and religion. So all these are there is a ploy of the management to keep the rule that they are enjoying, to be in power. Tactics which are hurting the common people of the country. So that is also what we observed, and we took a resolution against this agenda in our conference. So we took a resolution on the 28th strike, 28-29, for framing of statutory working rules and against communalism and for upholding the democratic principles as guaranteed by the Constitution of the country. So I was talking about the council movement. Why I relate it to the council movement, you know. That if you see the big top companies, 10 companies in India, if you calculate the total sales promotion employees, I'm not talking about managerial cadres. Now, average in all the top 10 companies, if you take all divisions together, the number of sales promotion employees will be average 5,000. Average I'm talking about. For Zydus 6,000, for Macleod 6,000, Intas somewhere around 5,000? 6,000, okay. So all these, Pfizer and others, what you call first 10 companies, about, I don't know, it's more than 8,000. So if you take 5,000, and if you focus on this section of field workers, we can get a straight membership of 50,000. If we are able to reach them. This is simply said through mathematical calculations. It is not so easy to be done because they have nowhere to go. As a national federations, it is only FMRI which is protecting their rights. There are some small splinter unions affiliated to the center governments in Kerala, but they are only aligning with the government's policies. They are not protecting their workers. They are doing two things. One is aligning with the government policies and corporates, and they are doing what you call localism and parasitism and hooliganism at the local level to distract the workers. This is their policy. They are not fighting against the policy. They are doing only, they are trying to attract the members through some hooliganism and some in the local level and speaking out about the policies in the state level. So we must be careful. It is only FMRI. So that is why in these 2 years what happened is that our council movement became a simply council movement with a resistance of the workers, individual workers working in that council. But if this is an advanced movement, a council movement, you are actually fighting against your employer and you are gaining your rights, whether it is grievance committee, which is guarantees as per the Constitution. If you are large number of majority, then your charter of demands, which is also guaranteed as per the Constitution. If you are in. So the point which we have decided in this conference that movement, attacks have been coming, we have been trying to resist the attacks.
So we launch aggressive movement, because without aggressive movement you cannot advance. Defensive movement we always regress. Because attacks are coming, we try to only address the attacks. But if you are launching aggressive movement, we will make the employer and their organizations regress. So we have decided in this conference, Kota conference, that we will launch aggressive movements, but prior to that, preparation of the members to rally with the demands of the workers is very important, and so mobilization and membership is also very important. The other thing that is decided is that in this period, the employers, through this process of digitalization, dependency of the sales promotion employees to other methods of communication to the doctors. Now you must realize that in today's context, there are various methods of communication and we cannot stall that. But in our industry, we are confident that those internet and video conference and video calls were not introduced in 2020 and 21. During the pandemic, it was a trial for them, that whether face-to-face communication instead of go for digital communication and reduce the dependency on the unionized sales promotion employees. But they have not been successful. As of now, they are pushing for it, but they have not been successful. With the also telling that along with your maintaining of 10 or 12 call average, you increasing the workload, but they are not replacing your field face-to-face activity. Where we have the advantage. They might connect to everybody digitally, but whether the digital connection will give them back business, they are not yet sure. And a great extent, the consumer industry, where our members, biscuits, oil, and other things, they reached a buoyancy because of the stocking and because of the enhanced demands. But we are at this crossroads. And we are sure that with the opening up of the systems and the restrictions going off slowly, we don't know whether the fourth wave is. The global picture says that the fourth wave might come, which might be dangerous also. But if it doesn't come, then the markets will open up and our sales promotion go back only to the field and the importance of the advantage. And once they are depending on the sales promotion employees for generation of business, because we are the generators of business, comrades, you must all understand, you are in an advantage position. The companies might produce crores of goods in their factories, keep a huge inventory, but until this were dismantled, but the sales promotion employees and their union could not be. You have seen big unions in the factories were dismantled by outsourcing production. But here we are not able to, because back with the big malls. But it is not yet, they have not. So that is the advantage to us. So movement that we did in certain cases in these times, like in Indico, like in Himalaya Drug, like in Albert David, where the attack came on us and we are just protecting that attack. But if we go out for an all-out aggressive movement, this momentum of this movement will also go to the higher pitch. And this, whatever atrocities are there in these companies, I'm naming Swissera, you can name 10, 15 companies which are there, which also will reduce. So the point, come back to the basic, is roping in the members, field workers in general, at the subunit level, participate in the programs. Now, I was watching that when you are delivering here, there is a screen at the back. Now, at the last corner, I might not be visible, but see the cracks. Earlier, why I am telling this, the employers are also here. If the programs that we implement is not reflected to them in a uniform manner in the state of Kerala, they know that there will be no resistance program. And this is a place where whatever atrocities we do, it will be resistance heavily. That is also, they are also looking at that. That's why across the country is very important. So program against this, all these victimization issues, that at least that program should also happen in Gujarat and
why the decisions of the FMRI conference should be taken down to the subunits. So comrades, you are an advanced state. I need not deliberate much about your advancement. It is the constant hard work that has to be given. Now, at this point of time, it is a pro-corporate environment because it is aided by the central government. You are a little bit protected because you have a people-oriented government in your state, but that is not across the country. So, times are hard, should also. So the level of work that we are doing, earlier 50 to 60, for them that 1 hour union every day is not sufficient. If you increase it to double, that is 2 hours, on an average I'm talking, then you reach 1.5 times. So with this 1.5 times to our members and mobilizing and programs that we have to go forward. In this, many changes pursuant with the central government, you have changed laws which are protecting the central sales promotion employees, which is mentioned. I'm not going into the details. Settlements in Des Medical, settlement in ACT. We have signed 2 settlements in this 3 years period, 2 settlements, but job loss was not that remarkable as in the other industries. That is because of the existence of the union. In many other industries, there was massive job loss. The numbers of total job loss, there were wage cuts, but it was not a huge proportion as compared to the total industry. We know that the job for past activities and to retain our militants, continue our militant movements in future, it is utmost necessary that we devote more time to the organization. The leaders consciously, through plus of FMRI and your state unit and going to that and taking the members together, you should have that. We can work, but we'll work like a slave at the dictates of the employers. And all of us who are class conscious would not like to surrender and give up our rights and go back to the previous times of working like a slave for the employers and generating profit for them. The objective is that we work with dignity and we take an amount of money from the workers based on our work. And we also want, lastly, very important, there is one very important thing, that all this should actually culminate in want that the common people and the working class, their lives should also go ahead with the use of time, with the times, and with the use of technology. It should go up, and it is not concentrated that the wealth should generate only in the handful of people. The wealth generated by the hard work of the working class should also come back to them so that they can live a happier life, they can live a less strenuous life. They are not beaten by the inflation. Their actual wages is not robbed away by inflation. And our company-wide struggles has to continue. That is our lifeline. The company-wide struggles in Albert David, in cases of Indico, in cases of Swissera, in case of Himalaya Drug, in case of British Biological, in case of Anglo-French. I'm not repeating these because it is already there in your circular and already there. They have to be carried forward. It is not only the struggle of these councils, but it is the struggle of the united forum of the sales promotion employees that we are to help them from outside. If we don't do this, if the management are able to take away their jobs, it will come heavily on all of us with the flag of FMRI and of KMSRA to greater heights in the coming days. And this conference will take new resolutions to enhance the total movement of FMRI, alone of the sales promotion, not only alone of the sales promotion employees, but working class in general, Inkilab Zindabad, FMRI Zindabad, KMSRA Zindabad. Thank you, Comrade Shantanuda, for enlightening us on the 26th conference of FMRI and its decisions and our organizational line. On behalf of this 50th conference of KMSRA, I assure FMRI that KMSRA will be in the forefront of all struggles, movements, and including lakh and 25 membership of FMRI.
ഈ ഇനോഗ്രൽ സെഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു കോൺഫറൻസിൻ്റെ നടത്തിപ്പിന്, സമ്മേളനത്തിൻ്റെ നടത്തിപ്പിന് ആ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കമ്മിറ്റിക്ക് ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനുണ്ട്. ആ അറിയിപ്പിന് വേണ്ടി ഭക്ഷണ കമ്മിറ്റി കൺവീനർ സഖാവ് ധനേഷിനെ ക്ഷണിക്കുന്നു. സാക്കളെ, KMSRയുടെ 50ാം സമ്മേളനം ഇന്ന് ഇവിടെ നടക്കുമ്പോൾ ഇതിൽ 300ഓളം ആളുകളാണ്, പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭക്ഷണ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ എല്ലാ സഖാക്കൾക്കും ഭക്ഷണം സെർവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്നത് ഇതിനോട് ചേർന്നുള്ള ഒരു പന്തലിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പന്തൽ, അതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 150ഓളം ആളുകളെയാണ്. 300 ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2 തവണയായിട്ടാണ് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്യാൻ പറ്റുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ സുരേന്ദ്രൻ, പ്രിയ സഹാക്കളെ, എന്നിൽ അർപ്പിതമായ കടമ നന്ദി രേഖപ്പെടുത്തുകയാണ്. KMSRയുടെ 50ാം സംസ്ഥാന സമ്മേളനം ഇവിടെ തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഈ സംഘടനയുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ടും സമര പോരാളികളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ സമ്മേളനം ആരംഭിച്ചത്. ഈ സംഘടനയുടെ വിഗതികളെ നിയന്ത്രിക്കുകയും കഴിഞ്ഞ 65 വർഷം തളരാതെ പതറാതെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത KMSRയുടെ കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകളിൽ ഒന്നായി വളർത്തുകയും ചെയ്ത എല്ലാ നേതാക്കന്മാരെയും ഈ സമ്മേളനം ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത CITUവിൻ്റെ ദേശീയ സെക്രട്ടറിയും എല്ലാ കാലത്തും സംഘടനയുടെ ആവേശവുമായ K. ചന്ദ്രൻപിള്ളയെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. KMSR തൃശ്ശൂരിൽ എന്നും വഴികാട്ടിയും പ്രചോദനവും സ്വാഗത സംഘം ചെയർമാനുമായ MLAയുമായ സഖാവ് മുരളി പെരുന്നലിയെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച FMRയുടെ ജനറൽ സെക്രട്ടറി സഖാവ് ശാന്തനു, പ്രസിഡന്റ് സഖാവ് രമേശ് സുന്ദർ, KMSRയുടെ ജനറൽ സെക്രട്ടറി സഖാവ് മോഹൻസി എന്നിവരെയും ഈ സമ്മേളനം നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാക്കിയ സഖാക്കളായ സഖാവ് CITUവിൻ്റെ നേതാക്കളായ സഖാവ് ഗോപിനാഥൻ, ചന്ദ്രബോസ്, ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഖാവ് സുരേന്ദ്രൻ എന്നിവരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന തൃശ്ശൂരിലെ പ്രമുഖ നേതാക്കളായ CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും തൃശ്ശൂരിൻ്റെ CITUവിൻ്റെ വഴികാട്ടിയുമായ സഖാവ് UP ജോസഫ്, കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ഷാജൻ, ജില്ലാ ട്രഷററും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് സിയാവുദ്ദീൻ എന്നിവരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ CITUവിൻ്റെ ഏരിയ നേതാക്കന്മാരായ സഖാവ് MR രാജൻ, സഖാവ് സുധാകരൻ, CITUവിൻ്റെയും തൃശ്ശൂരിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരെല്ലാം ഇവിടെ സന്നിഹിതരായിരുന്നു. അവരെല്ലാവരെയും പേര് പറയാതെ തന്നെ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ പ്രൗഢഗംഭീരമാക്കി നിങ്ങളെല്ലാവരെയും ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാക്കളെ, ഉദ്ഘാടന സമ്മേളനം അവസാനിക്കുന്നു. നമ്മൾ ഉച്ചഭക്ഷണത്തിന് പിരിയുന്നു. ഒരു കാര്യം സഖാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ കുറച്ച് പുറകോട്ടാണ് സമയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഊണ് കഴിച്ച് തിരിച്ച് ഹാളിൽ പ്രവേശിക്കണം. ഹാളിൽ തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇനി നമ്മളത് അടുത്തത് ഡെലിഗേറ്റ് സെഷനാണ്, പ്രതിനിധി സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാടിസ്ഥാനത്തിൽ വേണം സഖാക്കൾ ഇരിപ്പിടം സജ്ജമാക്കേണ്ടത്. ഇവിടെ ജില്ലകളുടെ പേരെഴുതി ഒട്ടിക്കാനുള്ള ചില പരിമിതികൾ ഈ ഹാളിനുണ്ട്. അതുകൊണ്ട് ജില്ലാ സെക്രട്ടറിമാർ അത് ശ്രദ്ധിക്കുക, ലീഡർ ഓഫ് ദ ഡെലിഗേഷൻ ശ്രദ്ധിക്കുക. ജില്ലാ തലത്തിൽ നമ്മൾ
സമ്മേളനത്തിൽ ഇരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിമാരുടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജില്ലയിൽ നിന്ന് പങ്കെടുത്ത് സംസാരിക്കുന്ന സഖാക്കളുടെ പ്ലീനറി സെഷനിൽ സംസാരിക്കുന്ന സഖാക്കളുടെ പേര് കഴിയുന്നത്ര വേഗത്തിൽ പ്രസീഡിയത്തിൽ എത്തിച്ചു തരികയും വേണം. ഇത്രയുമാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. കൃത്യം